ശ്രീ ഗുരുഭ്യോ നമഃ. അധ യദാത്മനോ ജിജ്ഞാസുസ്തദിദം ബ്രഹ്മൈവാഹം. ഓം കിം തസ്യ ലക്ഷണമസ്യ ച കതി ഗണനയേതി. ഓം തജ്ജ്യോതിഃ. ഓം തേനേദം പ്രജ്വലിതം. ഓം തദിദം സദസദിതി. ഓം ഭൂയോ അസദഃ സദസദിതി. ഓം സച്ഛബ്ദാദയോ അസദഭാവശ്ചേതി. ഓം പൂർവം സദിദമനുസൃത്യ ചക്ഷുരാദയശ്ചൈകം ചേതി. ഓം ജ്ഞാതൃജ്ഞാനയോരന്യോന്യ വിഷയ വിഷയിത്വാൻ മിഥുനത്വമിതി. ഓം ഏവം ജ്ഞാനജ്ഞേയ വിഭാഗഃ. ഓം ഏകൈകം രുദ്രത്വമാസീതിതി. ഓം ബ്രഹ്മൈവാഹം തദിദം ബ്രഹ്മൈവാഹമസ്മി. ഓം അദീദാഗാമിനോ രസത്വം യതഃ യദേതദന്വിച്ഛത. ഓം പരിമാണം തതഃ. ഓം സദസദോരന്യോന്യകാര്യകാരണത്വാത്. ഓം അഹം മമേതി വിജ്ഞാതോ മത്തോ നാന്യഃ. ഓം തദ്വത് തസ്മാത്. ഓം ദൃഗ്ദൃശ്യയോഃ സമാനകാലീനത്വാത്. ഓം സുഖൈകത്വാത്. ഓം വ്യാപകതയാ ദിശാമസ്തിത്വാത്. ഓം അണുമഹദവയവത്താരതമ്യസ്യാഭാവാത്. ഓം നസദോ അവ്യാപകത്വാത്. ഓം ആത്മാന്യത് കിഞ്ചിന്നാസ്തി. ഓം തസ്മാത് തസ്യ സത്വാച്ഛ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. തസ്മാത് തസ്യ സത്വാച്ഛ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അധ യദാത്മനോ ജിജ്ഞാസുസ്തദിദം ബ്രഹ്മൈവാഹം. ഓം കിം തസ്യ ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ
ഗുരവേ നമഃ. ഗുരുരാദിരനാദിശ്ച ഗുരുഃ പരമദൈവതം ഗുരോഃ പരതരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുപാദങ്ങളിൽ പ്രണാമം. സജ്ജനങ്ങൾക്ക് ഏവർക്കും വന്ദനം. അനുഗ്രഹവചനങ്ങൾക്കും നല്ല വാക്കുകൾക്കും ഒക്കെ നന്ദി അറിയിക്കുന്നു. വേദാന്ത സൂത്ര പഠനം നമ്മൾ 18ാമത്തെ സൂത്രത്തിലാണ് നിൽക്കുന്നത്. ഇന്ന് നമുക്കതിൻ്റെ പരിസമാപ്തിയാണ് 18ാം സൂത്രം. നമ്മൾ വേദാന്തത്തിൻ്റെ ആ സൂക്ഷ്മതലങ്ങളിലേക്ക് എത്തി. അതിലൂടെ നമ്മൾ ഗുരുവിൻ്റെ കൃതികളിലൂടെ, പല കൃതികളിലൂടെയും മറ്റ് ഉപനിഷത്ത് മന്ത്രങ്ങളിലൂടെയെല്ലാം കയറി ഇറങ്ങിയുള്ള ഒരു യാത്രയായിരുന്നു നമ്മുടേത്. അതിൽ എന്താണ് നിങ്ങളുടെയൊക്കെ മനസ്സിൽ തങ്ങിയിട്ടുള്ളത് എന്നറിയണമെങ്കിൽ നമ്മൾ ആദ്യം മുതൽ ഓരോ മന്ത്രവും എടുത്തൊന്ന് വിചാരം ചെയ്ത് നോക്കണം. അതൊരു ഭാരമായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കണ്ട. കാരണം എന്താണോ നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ചിട്ടുള്ളത് അത് മാത്രം അവിടെ ഇരുന്നാൽ മതി. ആധ്യാത്മികതയെ ഒരിക്കലും ഒരു ഭാരമാക്കി വയ്ക്കരുത്. വായിച്ചും എഴുതിയും ഒക്കെ പഠിച്ച് നമ്മൾ നമ്മുടെ സ്വസ്ഥതയും സമാധാനവും കളയാതെ നമ്മുടെ തന്നെ ആത്മസ്വരൂപത്തിന് ശാന്തതയും സ്വസ്ഥതയും കിട്ടുന്ന രീതിയിലുള്ള ശ്രവണവും പഠനവും ഒക്കെ നടന്നാൽ മതി. ഏതായാലും പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ 3/4 മണിക്കൂർ ക്ലാസ് എടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു വാചകമെങ്കിലും നമുക്ക് തെളിഞ്ഞാൽ അത് മതിയാവും. അതിനപ്പുറം ഒന്നും നമുക്ക് വേണ്ട. ഏതായാലും സൂത്രങ്ങളെല്ലാം ഒന്ന് ഉപാസന ചെയ്യുക. ബാക്കിയെല്ലാം ഗുരു നമ്മൾക്ക് തെളിയിച്ചു തരും. അപ്പം നമ്മളുടെ 18ാമത്തെ സൂത്രമാണ് ദൃഗ് ദൃശ്യയോഹോ സമാനകാലീനത്വാത്. കാണുന്നവൻ്റെ കാഴ്ചയും സംഭവിക്കുന്നത് ഒരേ കാലത്ത് തന്നെയാണ് എന്നുള്ളതാണ്. കാണുന്നവൻ്റെ കാഴ്ച ഒരിക്കലും ഭിന്നമായ സമയത്തല്ല, ഒരേ സമയത്ത് തന്നെയാണ് ആ ദൃക്കും ദൃശ്യവും പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ അതിൻ്റെ ആരംഭ സൂത്രങ്ങൾ, അതിൻ്റെ അർത്ഥമൊക്കെ വിചാരം ചെയ്തു. ഇനി നമുക്ക് ഗുരുവിൻ്റെ സ്വാനുഭവ ഗീതി എന്ന കൃതിയിൽ 5ാം മന്ത്രം, അത് വളരെ വളരെ ലളിതമായ ഭാഷയിലും എന്നാൽ ഒത്തിരി ആഴത്തിലും എഴുതിയിരിക്കുന്ന കൃതിയാണ്. ഗുരുവിൻ്റെ അനുഭവത്തെ ഗുരു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൽ കാണുന്നവനും കാഴ്ചയും ഒരേ സമയം ഉള്ളതിനാൽ എന്ന് ആ സൂത്രം വിചാരം ചെയ്യുമ്പോൾ കാണുന്നവനായ ദൃക്കും നമ്മൾ കാണുന്ന കാഴ്ചകളും ആത്മാവിൻ്റെ പ്രകാശത്തിൽ ഒന്നിച്ച് കാണുന്ന ഒരു അദ്വൈത അനുഭവമാക്കി ഗുരു പറയുക. ഒന്നുകൂടെ പറയാം. ദൃക്കും ദൃശ്യവും ആത്മപ്രകാശത്തിൽ ഒന്നിക്കുന്ന അദ്വൈത അനുഭവമാണെന്ന് ഗുരു പറയുന്ന ശ്ലോകമാണ് 5ാം ശ്ലോകം. കാണുന്നവനും അവൻ്റെ കാഴ്ചയും ആത്മപ്രകാശത്തിൽ വർത്തിക്കുന്നു, ഒന്നായി വർത്തിക്കുന്നു. ആത്മപ്രകാശമാണ് ദൃക്കിനും ദൃശ്യത്തിനും അടിസ്ഥാനം എന്നാണ് പറയുന്നത്. നമ്മൾ കാണുന്നവൻ വേറെ, കാഴ്ച വേറെ, ആഹാ എന്തൊരു രസം എന്നും പറഞ്ഞ് നടക്കുമ്പോഴും എല്ലാ ദൃശ്യങ്ങളിലും ആ ദൃഷ്ടാവായിട്ട് കാണുന്നവനുണ്ട് എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇവിടെ സ്വാനുഭവ ഗീതിയിലെ 5ാം മന്ത്രം നമ്മൾ ഇതിനു മുമ്പ് വിചാരം ചെയ്തിട്ടുള്ളതാണ്. അത് അതിൻ്റെ ആശയം നന്നായിട്ട് പഠിക്കുക. കാരണം ഇത് ദുഃഖം മാറാൻ വേണ്ടി ഗുരു തന്നിരിക്കുന്ന അല്ലൽ അറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിനെ ബാധിച്ചിരിക്കുന്ന ഇരുട്ട് മാറാനുള്ളതാണ്. നോക്കാം. 5ാം മന്ത്രം സ്വാനുഭവ ഗീതി. അറ്റാലിരുളിലിരിക്കുന്നുറ്റോനിവനെന്നുരക്കിൽ അല്ലലറും ചുറ്റും കതിരിടുവോൻ തൻ ചുറ്റായി മറ്റൊരിരുട്ടു വിലസിടുമോ. ചോദ്യം പോലെ ഗുരു നമ്മളോട് ചോദിക്കണത്. നിങ്ങൾ പറയൂ, ഇതിന് ഉത്തരം പറയൂ. അറ്റുപോയാൽ
എന്നൊരു വാക്കാന്ന് നോക്കിയ ഗുരുവിന്റെ. ഈ അറ്റാൽ എന്നുള്ളൊരു വാക്കുകൊണ്ട് നമ്മൾ എന്തായിരിക്കും അർത്ഥം കൊടുക്കേണ്ടത്? നമ്മുടെ ഇന്ദ്രിയങ്ങള് ഭൗതിക വിഷയങ്ങളിലേക്ക് അഭിരമിച്ചു കൊണ്ടുപോവുകയാണ്. കണ്ണും കാതും മൂക്കും നാക്കും ത്വക്കും ഒക്കെ ഒരു നിമിഷം പോലും നമുക്ക് ചലനമറ്റ്, അതായത് ഇന്ദ്രിയങ്ങളും മനസ്സും പ്രവർത്തിക്കാതെ ഈ ലോകത്ത് കർമ്മമില്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരാൾ നോക്കുമ്പോൾ വെറുതെ ഇരിക്കാമെന്ന് തോന്നും, പക്ഷെ മനസ്സിൽ 100,000 ചിന്തകളായിരിക്കും. അപ്പോൾ അകത്തും കർമ്മം നടക്കുന്നുണ്ട്, പുറത്തും കർമ്മം നടക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കാഴ്ചകളും നമ്മളിൽ അനേകം ഓരോ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ കണ്ണുകൊണ്ടുള്ള കാഴ്ച മാത്രമല്ല, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് എടുക്കുന്ന എല്ലാം കാഴ്ചകൾ തന്നെയാണ്. കണ്ടും കേട്ടും മണത്തും രുചിച്ചും സ്പർശിച്ചും ഒക്കെ അറിയണ ഓരോന്നും കൊച്ചു 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 വാസനകൾ നമ്മുടെ സ്വരൂപത്തിലേക്ക് ചേർത്ത് വെക്കണുണ്ട്. അപ്പോൾ കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും രുചിക്കുന്നതും സ്പർശിക്കുന്നതും ഒന്നിനെയാണെന്ന് അറിയുമ്പോൾ ഈ വാസന ഉണ്ടാവില്ല. സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ മറ്റെന്ത് വാസന നമുക്ക് വരാൻ? ആഹാരം കഴിക്കുമ്പോൾ അതിൻ്റെ രുചിയായിട്ട് വന്നതുപോലും ആത്മസുഖത്തിൻ്റെ മറ്റൊരു ഭാവപ്രകടനമാണെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് എവിടെ നിന്ന് ദുഃഖം വരണത്? അപ്പോൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുക, അല്ലാതെ മറ്റു കാര്യങ്ങൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ പോലും എൻ്റെ മുന്നിലിരിക്കുന്ന കർമ്മമായതും ഭഗവാനെ അങ്ങ് തന്നെയാണ് എന്നൊരു സമർപ്പണത്തോടു കൂടി നമ്മൾ ചെയ്യുമ്പോൾ ആ ജീവിതത്തിലെ ദുഃഖങ്ങൾ നമ്മുടെ കയ്യിലല്ല, പിന്നെ ഈശ്വരൻ്റെ കയ്യിലാണ്. നമ്മളെ നയിക്കുന്നതും ഈശ്വരനാണ്. അപ്പോൾ അങ്ങനെ ഒരു സമർപ്പണം നമ്മൾക്കിവിടെ വേണം. അപ്പോൾ പറയുക, അറ്റാൽ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുമായി അഭിരമിക്കുന്ന ആ ഇന്ദ്രിയ വിഷയകമായ ജ്ഞാനം അറ്റുപോയാൽ ഇരുളിലിരിക്കുന്നുറ്റോൻ. ഉറ്റോൻ എന്ന് പറഞ്ഞ ഗുരു ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ തനി നാടൻ ഭാഷയാണ്. ഉറ്റോൻ എന്ന് പറഞ്ഞ ജീവൻ. ആ ജീവൻ ഇരുളിലായിരിക്കണത്. ഇരുളിലായിരിക്കണമെന്ന് പറഞ്ഞാൽ അജ്ഞാനമാകുന്ന ഇരുട്ടിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. 100,000 കർമ്മവാസനകളിലാണ് നമ്മുടെ ജീവനെ ഇരുട്ടിലിരിക്കുന്ന പ്രകാശമാണത്. അപ്പോൾ ഇന്ദ്രിയാനുഭവം മാറിയാൽ അജ്ഞാനമാകുന്ന ഇരുട്ട് മൂടിയിരിക്കുന്ന ആനന്ദബോധമാണ് ഞാൻ എന്ന ജീവൻ എന്ന് അറിയാൻ കഴിഞ്ഞാൽ. ഇരുളിലിരിക്കുന്നതുകൊണ്ടാണല്ലോ ശരീരത്തിൽ വന്നത്. അപ്പോൾ ആ ആദ്യം ഇന്ദ്രിയങ്ങളൊക്കെ ഒന്ന് അടക്കണം. കുറേ കാഴ്ചകൾ എടുക്കുമ്പോൾ ആ കാഴ്ചകളിലേക്ക് വാസനയായി പോകാതെ ഇന്ദ്രിയങ്ങളെ ഒന്ന് അടക്കിയിട്ട് നമ്മളൊന്ന് ചിന്തിക്കണം, ഈ ഇരുട്ടിൻ്റെ അകത്ത് ഇരിക്കുന്ന ഒരു ജീവനുണ്ട്. ആ ജീവൻ പ്രകാശമാണെന്നറിഞ്ഞാൽ, ആനന്ദബോധമാണെന്നറിഞ്ഞാൽ നമ്മുടെയൊക്കെ ദുഃഖം മാറും. നമ്മളിരിക്കുന്നുണ്ട്. നമ്മൾ പറയാറില്ലേ, ശരിക്കും ആ ഒരു ശ്ലോകം ഉണ്ടല്ലോ, ആത്മോപദേശ ശതകത്തിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ശ്ലോകമാണല്ലോ ഇത്. അതിപ്പോൾ കിട്ടുന്നില്ലല്ലോ. ഏതായിരുന്നു അത്? സാക്ഷി അല്ലല്ലോ, എപ്പോഴും സാക്ഷിയായി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഉലകരുറങ്ങി ഉണർന്നു ചിന്ത ചെയ്യും പലതും ഇതൊക്കെയും ഉറ്റുപാർത്തു നിൽക്കും. വിലമതിയാതെ വിളക്കുതിക്കയും പൊലികയുമില്ലിതു കണ്ടുപോയിടേണം. ആ വിളക്കിനെ കുറിച്ചാണ് പറയണത്. ഉലകരുറങ്ങി ഉണർന്നു ചിന്ത ചെയ്യും. മനുഷ്യനെ ഉറങ്ങിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞും ചിന്ത ചെയ്തും ഒക്കെ ഇങ്ങനെ ജീവിക്കുമ്പോൾ ആ ഉറങ്ങാനും ഉണ്ണാനും ചിന്ത ചെയ്യാനും പുണരാനും അറിയാനും ഒക്കെ ആയിട്ട് വെളിച്ചം പകർന്നുകൊണ്ട് ഒരു മഹാവെളിച്ചം നമ്മുടെ ഉള്ളിൽ സർവ്വസാക്ഷിയായിട്ട്, ഈ കർമ്മങ്ങളിൽ ഒന്നും ചേരാതെ സർവ്വസാക്ഷിയായിട്ട് ഈശ്വരൻ പ്രകാശിക്കുന്നുണ്ട്. അതെല്ലാം ഉറ്റുപാർത്ത് കൊണ്ടിങ്ങനെ നിൽക്കുന്ന വിലമതിയാത്ത വിളക്ക് ഉണ്ട്. അത് ഒരിക്കലും ആരാലും കെടുത്താൻ പറ്റാത്ത വിളക്കാണ്. നമ്മളെ ചിലപ്പോൾ ഭൗതികമായി എല്ലാവർക്കും തളർത്താൻ പറ്റും, കുറ്റപ്പെടുത്താൻ പറ്റും, ശരീരം കൊണ്ട് നമ്മളെ അടിച്ചു വീഴ്ത്താൻ പറ്റും. പക്ഷേ നമ്മളിൽ ഈശ്വരൻ കൊളുത്തി വെച്ചിരിക്കുന്ന ആത്മപ്രകാശത്തെ ആർക്കും ഈ ലോകത്ത് തല്ലിക്കെടുത്താൻ പറ്റില്ല, ആർക്കും പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാം ശക്തരാണ്, അശക്തരല്ല എന്ന് ഗുരു പിന്നെയും ഓർമ്മിപ്പിക്കുക. കാരണം അശക്തരായിരുന്ന ഒരു ജനവിഭാഗത്തിനോടാണ് ഗുരു സംസാരിച്ചത്. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഭൗതികമായും
എല്ലാ തരത്തിലും വിദ്യാഭ്യാസപരമായും എല്ലാം ആത്മീയമായും ഒക്കെ ഏകദേശം തല കുനിഞ്ഞ് തന്നെ നടന്നിരുന്ന ഒരു ജനവിഭാഗത്തിനോടാണ് ഗുരു ഈ പറയുന്നത്, നിന്റെ തല കുനിക്കാനുള്ളതല്ല. നീ ആദ്യം ആരാവണം? നിന്റെ ഉള്ളിലെ മൃഗത്തെ കളഞ്ഞ് നീ ആദ്യം ഒരു മനുഷ്യനാകണം. മനുഷ്യനായിട്ട് നീ എന്ത് ചെയ്യണം? നീ ഈശ്വരനാണെന്നറിയണം. നിന്റെ ഉള്ളിൽ കൊളുത്തി വെച്ചിരിക്കുന്ന ആത്മപ്രകാശം അത് പരമപ്രകാശമാണെന്നറിയണം. ആരുടെ മുന്നിൽ കുനിയാനുള്ളതല്ല നിന്റെ തല. കാരണം നീ ദൈവസ്വരൂപനാണ് എന്ന് ഗുരു പറഞ്ഞു തരിക അല്ലേ. വെള്ളം കുടിച്ചപ്പോൾ കിണറ്റിലെ ജാതീയപരമായി വേർതിരിച്ചുകൊണ്ട് ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിച്ചപ്പോൾ അടിച്ച സമയത്ത് ഗുരു പറയുന്നത് അടിച്ചുണർത്തട്ടെ, ആത്മബോധത്തെ ഉണർത്തട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കൂ, അങ്ങനെ സംസാരിച്ച ഗുരുവാണ് നമ്മളോട് ഈ പറഞ്ഞു തരുന്നത്. അജ്ഞാനമാകുന്ന ഇരുട്ട് മൂടിയിരിക്കുന്ന ആ കർമ്മവാസനയിൽ ഇരുന്ന് പ്രകാശിക്കുന്ന ജീവൻ, ആ ആത്മസ്വരൂപം ഉണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞാൽ ദുഃഖം മാറും. എല്ലാ ദുഃഖത്തിനെയും ശമിപ്പിക്കാനുള്ള ആ മഹാവെളിച്ചമായി ആ ഇരുളിൽ ഇരുന്നു കൊണ്ട് പ്രകാശിക്കുന്നുണ്ട് ജീവൻ. അത് ജഗദീശ്വരൻ തന്നെയാണെന്ന് അറിയാൻ കഴിഞ്ഞാൽ നിന്റെ ദുഃഖം മാറും. അതാണ് ഗുരു പറയുന്നത്, അറ്റാൽ ഇരുളിലിരിക്കുന്നുറ്റോനിവനെന്നുരക്കിൽ അല്ലലറും. അറും എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങൾ ഇല്ലാണ്ടാവും. ഉരക്കിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് പറയാനെങ്കിലും കഴിയണം. എങ്ങനെ? എൻ്റെ ഉള്ളിൽ അജ്ഞാനമാകുന്ന ഇരുട്ടിൽ ഇരുന്ന് പ്രകാശിക്കുന്ന ജീവൻ ആനന്ദബോധമാണ്, ആനന്ദസ്വരൂപനാണെന്ന് എനിക്കൊന്ന് പറയാനെങ്കിലും കഴിഞ്ഞാലെങ്കിലും ദുഃഖം മാറുന്നു. കാരണം ആത്മാവെന്ന ഒന്നുണ്ട് എന്ന് പോലും അറിയാതെ ജീവിക്കുന്ന ജനവിഭാഗത്തിനോടാണ് ഭഗവാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഭാഷകളൊക്കെ ഉപയോഗിക്കുന്നത്. അറ്റാൽ ഇരുളിലിരിക്കുന്ന ഉറ്റോൻ, ഇരുളിലിരുന്ന് അറിയുന്ന ആ ഉറ്റോനാണ്, പ്രകാശസ്വരൂപനാണ്, ആനന്ദബോധ സ്വരൂപനാണ് എന്നിലിരിക്കുന്ന ജീവൻ എന്ന് അറിയാൻ കഴിഞ്ഞാൽ എല്ലാ ദുഃഖവും മാറും എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരും പ്രകാശമാണ്, ഇരുട്ടല്ല എന്ന് ഗുരു ഓർമ്മിപ്പിക്കുക. എന്നിട്ട് പറയാണ്, ചുറ്റും കതിരിടുവോൻ തൻ ചുറ്റായി മറ്റൊരിരുട്ടു വിലസിടുമോ. സ്വയം പ്രകാശിച്ചുകൊണ്ട് ഈ കാണുന്ന ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ ബോധത്തിന് ചുറ്റുമായി, അതായത് പ്രകാശസ്വരൂപനായ ആ പരമപ്രകാശത്തിന് ചുറ്റും മറ്റൊരിരുട്ട് വിലസിടുമോ. ഇരുട്ടിനിരിക്കാൻ ഇടം എവിടെ? നമ്മൾ പറയില്ല ഞാൻ ഇരുട്ടാണെന്നും പറഞ്ഞാണ് ജീവിക്കുന്നത്. ജന്മാന്തരങ്ങളായി ചെയ്തു പോയ കർമ്മവാസനകളുടെ ഫലമായി ഞാൻ ഇങ്ങനെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവനാ. ഞാൻ കുനിഞ്ഞേ നിൽക്കാവൂ. ഞാൻ പാത്രത്തിൽ ആഹാരം കഴിക്കാൻ പാടില്ല, കുഴിയിൽ നിന്ന് വാരിയേ കഴിക്കാൻ പറ്റുള്ളൂ. ഞാൻ ആഹാരം കഴിച്ചാൽ കൂലി ചോദിക്കാൻ പാടില്ല. എനിക്ക് വഴിയിലൂടെ നടന്നു പോകാൻ പാടില്ല. എനിക്ക് പഠിക്കാൻ പാടില്ല. നല്ല രീതിയിൽ വസ്ത്രം ധരിക്കാൻ പാടില്ല. അല്ല, ഇങ്ങനെ പലവിധമായ ഇരുട്ടുകളിൽ ഇരുട്ട് ബാധിച്ചിരിക്കുന്ന ജനസമൂഹത്തോട് ആത്മീയതയുടെ പ്രകാശം നിന്നിലുണ്ട് എന്ന് പറയുന്ന ഗുരു. ഇത് ഉയർന്ന തലവാ പറയണമെങ്കിലും സാധാരണ മനുഷ്യരുടെ ഭാഷയിലാണ് പരമഗുരു ഇത് പറയുന്നത്. ചുറ്റും കതിരിടുവോൻ തൻ ചുറ്റായി, സ്വയം പ്രകാശിച്ചുകൊണ്ട് ഇക്കാണുന്ന ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ പരമപ്രകാശത്തിന് ചുറ്റും എന്ത് ഇരുട്ട് വരാനാ? നീയും ആ വെളിച്ചം തന്നെയാണ്, നീ ഇരുട്ടല്ല എന്നാണ് അവിടെ ഗുരു പറയണത്. അപ്പോൾ ആ ശ്ലോകമൊക്കെ വളരെ മനോഹരമായിരിക്കുന്ന ശ്ലോകമാണ്. അവിടെ അപ്പോൾ ദൃക്കും ദൃശ്യവും ആ എന്താ പറയുക ആത്മപ്രകാശത്തിൽ ഒന്നിക്കുന്ന അദ്വൈത അനുഭവമായി മാറും. നാം ഇരുട്ടല്ല വെളിച്ചമാണ് എന്ന അനുഭവം ഉണ്ടാവണം നമ്മളിലൂടെ. നാം കാണുന്ന കാഴ്ചകൾ മാറും, പക്ഷെ കാണുന്നവ ആ ദൃക്കിന് മാറ്റമേ ഉണ്ടാവില്ല. കാഴ്ചകൾ ജഡമാണ്, പക്ഷെ കാണുന്നവൻ ഒരിക്കലും മാറുന്നുമില്ല. അവൻ ആ പരമസത്യം തന്നെയാണ്. കാഴ്ചകളാണ് മാറുന്നത്, പക്ഷേ കാണുന്ന സമയത്ത് കാണുന്നവനും കാഴ്ചകൾക്കും സമാനകാലീനത്വം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിവിടെ നമ്മൾ കുറച്ച് ദാർശനികമായ തലമായതുകൊണ്ട് നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ഉദാഹരണം കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്കിത് തെളിയും. അത് മതിയെന്ന് വയ്ക്കുക കേട്ടോ. ഇതെന്താ ടീച്ചർ ഇരുന്ന് പറയണത്, ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് തോന്നണ്ട കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ
പല സമ്പ്രദായങ്ങളും വേദാന്ത ശാസ്ത്രത്തിലെ ഏത് സമ്പ്രദായം പറഞ്ഞാലും പല സമ്പ്രദായങ്ങളിൽ പറയുമ്പോഴും ഈ ദൃക്കിനെയും ദൃശ്യത്തെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ദൃഗ്ദൃശ്യ വിവേകം എന്നൊരു കൃതി തന്നെ ശങ്കര ഭഗവത്പാദർ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചദശി എന്നുള്ള ഗ്രന്ഥമുണ്ട്, വിദ്യാരണ്യ സ്വാമിയാണ് അതൊരു എഴുതിയിരിക്കുന്നത്. വേദാന്ത ടെക്സ്റ്റാണത്. വേദാന്തത്തെ വളരെ സാമ്പ്രദായികമായ രീതിയിൽ വേദാന്തം പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് രചിച്ചേക്കുന്ന കൃതിയാണ് പഞ്ചദശി. അതിനകത്ത് പറയുന്നുണ്ട്, വിദ്യാരണ്യ സ്വാമികൾ പറയുന്നുണ്ട്, ദൃശ്യത്വേ സതി ദൃക്ക്, ദൃക്വേ സതി ദൃശ്യം. മലയാളത്തിൽ പറഞ്ഞു തരാം, പേടിക്കണ്ട കേട്ടോ. ആ വാക്ക് അങ്ങനെ തന്നെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ദൃശ്യത്വേ സതി ദൃക്ക്, ദൃക്വേ സതി ദൃശ്യം. അതായത് കാഴ്ച ഉള്ളതുകൊണ്ട് കാണുന്നവൻ, കാഴ്ചകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ കാണുന്നവനായത്. ഇപ്പോൾ ഇപ്പുറത്തിരുന്നു കൊണ്ട് ഒരാൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ആരായി? കാണുന്നവനായി മാറി. ഈ കാഴ്ച ഉള്ളതുകൊണ്ടാണ് നമ്മൾ കാണുന്നവൻ എന്ന പദവിയിലേക്ക് വരുന്നത്. അതാ പറഞ്ഞ ദൃശ്യത്വേ സതി ദൃക്ക്, കാഴ്ചകൾ ഉള്ളത് കൊണ്ടാണ് ദൃക്കായി മാറിയത്, കാണുന്നവനായി മാറിയത്. ഇനി ദൃക്വേ സതി ദൃശ്യം, കാണുന്നവൻ. ഇത്ര കണ്ണടച്ചിരുന്നൊന്ന് വെറുതെ ശ്രദ്ധിച്ചേ. ഒന്നുകൂടി പറഞ്ഞേ, കാഴ്ച ഉള്ളത് കൊണ്ടാണ് കാണുന്നവനുണ്ടായത്. ഇനിയോ, കാണുന്നവൻ ഉള്ളത് കൊണ്ടാണ് കാഴ്ചയും ഉള്ളത്. കാണാൻ ആളില്ലെങ്കിൽ കാഴ്ചയില്ല. പക്ഷേ ഒന്ന് ഓർക്കണം, കാഴ്ചയ്ക്ക് കാണുന്നവനെ ആശ്രയിച്ചേ നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷേ കാണുന്നവനെ കാഴ്ചയെ ആശ്രയിക്കാതെ നിൽക്കാൻ പറ്റും. അത് ഒന്നും കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ദൃശ്യത്വേ സതി ദൃക്ക്, ദൃക്വേ സതി ദൃശ്യം. ഇത് പഞ്ചദശിയിൽ വിദ്യാരണ്യ സ്വാമി പറയണതാണ്. കാഴ്ച ഉള്ളത് കൊണ്ടാണ് കാണുന്നവൻ എന്ന പ്രയോഗം ഉള്ളത്. ഇനി കാണുന്നവൻ ഉള്ളത് കൊണ്ടാണ് കാഴ്ച ഉള്ളത് എന്നും പറയും. ഈ കാഴ്ചയും കാണുന്നവനെയൊക്കെ അന്യോന്യം കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയാണ്. അപ്പോൾ രണ്ടും പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു, ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ എന്ന് പറയാണ്. ഉദാഹരണത്തിന് നമ്മൾ ഒരു സാധാരണ ഉദാഹരണം പറയുമ്പോൾ, നമ്മളിപ്പോൾ സ്വപ്നം കാണുകയാണ്. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മളൊരു ഡ്രീമിലേക്ക് പോയി, സ്വപ്നം കണ്ടു. അപ്പോൾ നമ്മൾ എന്താ കണ്ടത്? കാടാണ് സ്വപ്നം കണ്ടത്, വലിയൊരു കാട് കണ്ടു. പക്ഷെ അപ്പോൾ ആ കാണുന്ന ഞാനും ഈ കാടും ഒരേ സമയത്താണ് നമ്മൾ അനുഭവിച്ചത്. ഒരേ സമയത്താണ് കാണുന്നവനും കാഴ്ചയും ഉണ്ടായത്. ഒരേ സമയത്ത് ഉണ്ടായി, സ്വപ്നം കഴിഞ്ഞപ്പോൾ ഒരേ സമയത്ത് ഇല്ലാതെയായി. അപ്പോൾ കാഴ്ചകൾ എപ്പോഴും കാണുന്നവനോടുകൂടി മാത്രമേ പ്രകാശിക്കുകയുള്ളൂ, കാണുന്നവൻ കാഴ്ചയോടുകൂടി മാത്രമേ വ്യവഹാരത്തിൽ വരികയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ കാണുന്നവനിൽ നിന്ന് ഭിന്നമല്ല കാഴ്ച. കാഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കാണുന്നവൻ എന്നുള്ള പ്രയോഗമുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സകലമാന ദൃശ്യങ്ങളും രണ്ടിനും വേറെ വേറെ നിലനിൽപ്പില്ല കേട്ടോ. ദൃശ്യമില്ലാതെ ദൃക്കില്ല, ദൃക്കില്ലാതെ ദൃശ്യവുമില്ല. അന്വയ വ്യതിരേക രൂപത്തിൽ നമുക്കത് പറയാൻ സാധിക്കും. അപ്പോൾ സകല ദൃശ്യങ്ങളും തെളിയുന്നത് ദൃക്കിൻ്റെ സാന്നിധ്യത്തിലാണ്. ദൃക്കുള്ളത് കൊണ്ടാണ് നമ്മൾ കാണുന്ന കാഴ്ചകളെല്ലാം തെളിയുന്നത്. പക്ഷേ ദൃശ്യമില്ലാതെ ദൃക്കാകുന്നില്ല എന്നാണ് പറയണത്. കാഴ്ചകളില്ലാതെ കാഴ്ചക്കാരനെ കാഴ്ചക്കാരനെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ ഉദാഹരണത്തിനൊരു നർത്തകി നൃത്തം ചെയ്യുന്നു എന്ന് വിചാരിക്കുക. നല്ല മനോഹരമായിട്ട് നൃത്തം ചെയ്യുക. പക്ഷേ ആ നൃത്തം ചെയ്യുന്ന സമയത്ത് മാത്രമേ എന്തുള്ളൂ? നർത്തകിയും നൃത്തവും ഉള്ളൂ. നൃത്തം ചെയ്യുമ്പോൾ മാത്രമാണ് ആ നൃത്തം ചെയ്യുന്ന ആളുള്ളത്. നൃത്തം നിർത്തി കഴിഞ്ഞപ്പോൾ എന്തില്ല? നൃത്തം തീർന്നു, പക്ഷേ നർത്തകിയുടെ ഉണ്മ അവിടെ ഉണ്ട്. രണ്ടും ഒരുമിച്ചാണ് ഉണ്ടായത്. ഒരു ഡാൻസ് ചെയ്യുന്ന ഒരാൾ ഡാൻസ് ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ആളും ചെയ്യുന്ന ആ കർമ്മവും ഒരുമിച്ചുണ്ടായി. പക്ഷേ ആ ക്രിയ നിർത്തി കഴിഞ്ഞപ്പോൾ ചെയ്ത പ്രവൃത്തിയില്ല, പക്ഷേ ചെയ്യുന്നവൻ അവിടെ ഉണ്ടായി എന്നാണ് പറയുന്നത്. രണ്ടും ഒരേ പാട്ട് പാടുമ്പോൾ ആ പാടുന്നവനും ആ പാട്ടും ഒരേ സമയത്തുണ്ടായി, ഒരേ സമയത്ത് നിൽക്കുന്നു. പക്ഷെ പാട്ടില്ലാതായാലും പാടുന്നവൻ്റെ ഉണ്മ ഇല്ലാണ്ടാവുന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ പറ്റുന്നുള്ളൂ. ഇത് കുറച്ച് ദാർശനികമായ തലമായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഉദാഹരണങ്ങളൊന്നും ഇതിന് പറയാനേ പറ്റില്ല. എന്നാലും അപ്പോൾ രണ്ടും ഒരുമിച്ച് ഉദിക്കുന്നു, ഒരുമിച്ച് അസ്തമിക്കുന്നു. നമ്മൾ പറഞ്ഞു, നൃത്തമില്ലാണ്ടായാലും നർത്തകിയുടെ ഉണ്മ ഇല്ലാണ്ടാവുന്നില്ല.
ഉണ്മ ഇല്ലാണ്ടാകുന്നില്ല. അപ്പോൾ ദൃശ്യഭാവം സമാനകാലീനമാണ് എന്ന് പറയുകയാണ്. പക്ഷെ കാണുന്നവൻ ആ ദൃക്ക് എല്ലാ ദൃശ്യങ്ങളിലും അതിജീവിച്ച് നിൽക്കും. ദൃശ്യങ്ങളില്ലെങ്കിലും കാണുന്നവൻ ദൃക്ക് നിലനിൽക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ദൃശ്യങ്ങൾ മാറും, ദൃക്ക് മാറില്ല. പക്ഷെ അനുഭവവേളയിൽ ഒരുപോലെ തോന്നും, സമാനകാലീനമായി നമുക്ക് തോന്നും. അപ്പോൾ അതുപോലെ നമ്മൾ കേനോപനിഷത്ത് മന്ത്രമൊക്കെ എപ്പോഴും വിചാരം ചെയ്യുന്ന ഒരു മന്ത്രമാണ് കേനോപനിഷത്തിൻ്റെ. ഇത് ചക്ഷുഷാന്ന പശ്യതി ഏന ചക്ഷുംഷി പശ്യതി എന്ന് പറയും. അതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ പല പ്രാവശ്യം. തദേവ ബ്രഹ്മത്വം വിദ്ധി. ഇത് ചക്ഷുഷാന്ന പശ്യതി ഏന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി. അറിയാമോ എന്താന്ന്? ഇത് ചക്ഷുഷാന്ന പശ്യതി. ഇത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ നമ്മൾ? കാണുന്ന കണ്ണ് കാണുന്നില്ല. അതെ, യാതൊന്നിനെ കണ്ണുകൊണ്ട് കാണാനാവുന്നില്ല അല്ലേ? ഏത് യാതൊന്നിനെയാണോ, യാതൊരു ഈശ്വരന് ബ്രഹ്മസ്വരൂപത്തെയാണോ ചക്ഷുഷാന്ന പശ്യതി, കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. പക്ഷേ ഏന ചക്ഷുംഷി പശ്യതി, ഇവനെ കൊണ്ട് കണ്ണ് കാണും. കണ്ണിനെ കാണിക്കുന്നത് ഇവനാണ് എന്ന് പറയുക. കണ്ണിന് കാണാൻ പറ്റില്ല, പക്ഷേ കണ്ണിനെ കാണിക്കുന്നവൻ ഇവനാണ്. മനസ്സിലാവുന്നുണ്ടോ? കണ്ണിന് സ്വയമേവ കാഴ്ച എടുക്കാൻ പറ്റില്ല. കണ്ണിനെ കാണിക്കുന്നത് ഈശ്വരനാണ്. കണ്ണിന് കാഴ്ചയായി നിൽക്കുന്നത് ഈശ്വരനാണ് എന്നുള്ള ബോധം ഉണ്ടായാൽ മതി. യാതൊന്നിനെ കണ്ണുകൊണ്ട് കാണുന്നില്ലയോ, യാതൊന്നുകൊണ്ട് കണ്ണുകൾ കാഴ്ചയെടുക്കുന്നുവോ, അതാണ്. കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല ഇവനെ, പക്ഷെ ഇവനെ കൊണ്ടാണ് കണ്ണ് കാഴ്ചകൾ കാണുന്നത്. നമ്മുടെ കണ്ണൊരു ജഡമാണെന്നേ. വെറുതെ കണ്ണാടിയിൽ നോക്കിയാലും നമ്മുടെ കണ്ണിനെ നമുക്ക് ആ കണ്ണാടിയിൽ കാണാം. പക്ഷേ ഈ കണ്ണു ആ ജഡവസ്തു എന്തിനെങ്കിലും കാഴ്ച എടുക്കുമോ? ഈ കണ്ണിനെ പ്രവർത്തിപ്പിക്കുന്ന ആ കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണ്, അതിനും കണ്ണായിരുന്ന പൊരുളാണ് ഈ കണ്ണിനെയും മനസ്സിനെയും മറ്റ് ഇന്ദ്രിയങ്ങളെയെല്ലാം പ്രവർത്തിപ്പിക്കണമെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഒത്തിരി 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 ആ സത്യത്തിലേക്ക് ആഴത്തിൽ സഞ്ചരിക്കണം. വെറുതെ ഒരു ഗോളം പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അതിൻ്റെ കുറച്ച് സ്ട്രക്ചറൊക്കെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ആത്മപ്രകാശം അതിലേക്ക് വന്നാൽ മാത്രമേ, ആത്മാവിന് മാത്രമേ കാഴ്ചകൾ എടുക്കാൻ പറ്റുള്ളൂ. കണ്ണിന് കാഴ്ചകൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ കാണുന്നവനും കാണുന്ന വസ്തുക്കൾ ഒരേ സമയത്ത് പ്രകാശിക്കുന്നവയാണ് എന്ന് ഗുരു പറഞ്ഞു വരികയാണ്. അപ്പോൾ നോക്കൂ, ഇത് ചക്ഷുഷാന്ന പശ്യതി ഏന ചക്ഷുംഷി പശ്യതി. യാതൊന്നിനെ കണ്ണുകൊണ്ട് കാണാനാവുന്നില്ലയോ, എന്നാൽ യാതൊന്നിനാൽ കണ്ണുകൾ കാണുന്നു. അത് ആ ഒരു ഭാഷ ഉപനിഷത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. ലളിതമായ ഭാഷയിൽ ആർക്കെങ്കിലും പറയാമോ അത് മനസ്സിലായ പോലെ? ആ പറഞ്ഞോ, ഒരാളെ പറയാവുള്ളൂ കേട്ടോ, എല്ലാവരും കൂടി പറയരുത്. അപ്പോൾ അതെ അതെ, കണ്ണൊരു ഉപകരണം മാത്രമാണ്. കണ്ണ് ഒരു തുളസിയാർ സാർ കുറച്ച് സംസാരിക്കുള്ളൂ, പക്ഷെ ആ സംസാരിച്ചതിന് നല്ല സത്തുണ്ടാവും. ആ ഓഡിയോ മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നോക്കൂ, നമ്മൾ ഒരു ഓൺലി ആൻ ഇൻസ്ട്രുമെൻ്റാണ് ഇതെല്ലാം. ആ പ്രകാശം ഉള്ളിൽ നിന്ന് വരാതെ ഈ ഇൻസ്ട്രുമെൻ്റ് ഒന്നും പ്രവർത്തിക്കുന്നില്ല. ഇൻസ്ട്രുമെൻറ്റിനൊന്നും അവനെ അറിയാനും പറ്റില്ല. നമുക്ക് അടുത്ത് അങ്ങോട്ട് പോകുമ്പോൾ അതൊന്നും കൂടി ആഴത്തിൽ അത് വിചാരം ചെയ്യാം കേട്ടോ. അപ്പോൾ യാതൊരു ഈശ്വരനെയാണോ കണ്ണുകൊണ്ട് കാണാനാവില്ല, പക്ഷേ ആ ഈശ്വരനാലാണ് കണ്ണുകൾ കാഴ്ചയെടുക്കുന്നത് എന്ന് പറയണം. അപ്പോൾ കണ്ണുകൊണ്ട് കാണാനാവാത്ത അദൃഷ്ടനായ ആ ശക്തിയെ നമുക്ക് എന്താ പറയുക, യാതൊരു ഇന്ദ്രിയങ്ങൾ കൊണ്ടും അറിയാൻ പറ്റില്ല, ചിന്തിച്ചു ഒന്നും അറിയാൻ പറ്റില്ല. അങ്ങനെയുള്ള ആ സത്യത്തെക്കുറിച്ചാണ് നമ്മൾ വാക്കുകൾ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അടുത്തത് ബൃഹദാരണ്യക ഉപനിഷത്തും പറയുന്നുണ്ട്, എന്നാൽ ദൃഷ്ടേർ ദൃഷ്ടാരം പശ്യേ. ഇത് എന്തിനാ ഇങ്ങനെയൊക്കെ പറയണമെന്ന് അറിയുകയാണെങ്കിലേ, എന്തിനാ ഇങ്ങനെ ടീച്ചറെ ഇത് ഈ വല്ലാതെ ടഫാക്കി കൊണ്ടുപോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കണ്ണുകൊണ്ട് കാണുന്ന ദൃശ്യങ്ങൾ, നമ്മൾ ഈ പുറത്ത് കാണുന്ന ദൃശ്യങ്ങൾ ആ വസ്തുവിൻ്റെ യഥാർത്ഥ കാഴ്ചയല്ല നമ്മൾ എടുക്കുന്നത്. മനുഷ്യൻ്റെ ഉപകരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ മാത്രമാണ് മനുഷ്യർ കാണുന്ന പോലെ കാണണത്. ഒരു മൃഗത്തിൻ്റെ കണ്ണ് വെച്ചാൽ നോക്കണമെങ്കിൽ മനുഷ്യൻ കാണുന്ന കാഴ്ചയല്ല അവൻ കാണുന്നത്. ഉപകരണം അനുസരിച്ച് കാഴ്ചകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പം നമ്മളിപ്പോൾ ഈ ലോകത്തെ കണ്ടിട്ട് ഇതാണ് ലോകം എന്ന് കരുതി ഇരിക്കുവാണ്. ഒത്തിരി ഒത്തിരി ആത്മീയതയിൽ സഞ്ചരിക്കണം. പക്ഷെ ഗുരുക്കന്മാർ ഈ അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപമായ എന്ന് പറയാറില്ലേ, ഓരോ കാഴ്ചകളും ഓരോ ജീവികളുടെ കാഴ്ചകൾ, ഈ പ്രപഞ്ചത്തിലെ സകലതിൻ്റെയും സൃഷ്ടിയും സ്ഥിതിയും നാശവും അറിയുന്ന ജഗതീശ്വരൻ ഈ പ്രപഞ്ചത്തിൻ്റെ സകല രഹസ്യങ്ങളും അറിയാം. നമ്മളിപ്പോൾ ഞാൻ കണ്ണുകൊണ്ട് കണ്ടതേ ശരി, അത് മാത്രമാണ് സത്യം എന്ന് പറയും. ഈ നമ്മുടെ കണ്ണിന് പുറത്ത് ഈ പ്രപഞ്ചത്തിൽ വസ്തുക്കൾക്ക് നിറം പോലും ഇല്ല എന്ന് പറയാം. രൂപവും നിറവും പോലുമില്ല, വെറും തരംഗങ്ങളും ഇതും പ്രകാശവും ആ ചലനവും മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതൊന്നും കാഴ്ചകളിലൊന്നും ഭ്രമിച്ചു പോകേണ്ട. ഈ കാണുന്ന ലോകമൊന്നും നമ്മൾ കാണുന്ന പോലെയൊന്നും അല്ല. നമ്മുടെ കണ്ണിന് കൊണ്ട് കാണുന്ന കാഴ്ചകൾക്കും പാരമാർത്ഥികത്വം ഇല്ല. അതുപോലെയല്ല കാഴ്ച. അപ്പോൾ ഇവിടെ ബൃഹദാരണ്യകത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ 4-ാം ഖണ്ഡം 2-ാം ശ്ലോകം പറയുന്നുണ്ട്. എന്നാൽ ദൃഷ്ടേർ, ഒരേ ആശയം തന്നെയാണ്. അത് മനസ്സിലായില്ലെങ്കിൽ ഇത് മനസ്സിലാവാൻ നോക്കൂ. എന്നാൽ ദൃഷ്ടേർ ദ്രഷ്ടാരം പശ്യേ, ന ശ്രുതേഹേ ശ്രോതാരം ശൃണുയാഹ, ന മദേഹേ മന്ദാരം മന്വീതാഹ, ന വിജ്ഞാതേർ വിജ്ഞാതാരം വിജാനീയാഹ. ഉപനിഷത്ത് മന്ത്രമൊക്കെ കുറേ ചെവിയിലേക്ക് കേൾക്കട്ടെ. ഓക്കെ. ന ദൃഷ്ടേർ ദ്രഷ്ടാരം പശ്യേ, ദർശനത്തിൻ്റെ ദ്രഷ്ടാവിനെ കാണാൻ പറ്റില്ല. നമ്മൾ കാഴ്ച എടുക്കുന്നല്ലോ, ആ യഥാർത്ഥ കാഴ്ചക്കാരനെ നമുക്ക് കാണാൻ പറ്റില്ല. ന ദൃഷ്ടേർ ദ്രഷ്ടാരം പശ്യേ. ഇത് കേൾക്കണത് തന്നെ നല്ലതാട്ടോ. സംസ്കാരമായിട്ട് ഒന്നും മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ കേട്ടോളൂ കുറേ. ആ സംസ്കാരം അടുത്ത ഒരു വാസനയിൽ ഈ മനസ്സ് ബാക്കി കേട്ടോളൂ കേട്ടോ, വെറുതെ കേട്ടോ. എന്നാൽ ദൃഷ്ടേഹേ ദ്രഷ്ടാരം പശ്യേ എന്ന് പറഞ്ഞാൽ ദർശനത്തിൻ്റെ കാഴ്ചയുടെ കാഴ്ചക്കാരനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. എന്നാൽ ശ്രുതേഹേ ശ്രോതാരം ശൃണുയാഹ, ശ്രവണത്തിൻ്റെ ശ്രോതാവിനെ കേൾപ്പിക്കുന്നവനുണ്ടല്ലോ, ചെവി കൊണ്ട് നമ്മൾ കാഴ്ച ചെവി കൊണ്ട് നമ്മൾ ശബ്ദം കേൾക്കില്ലേ, ആ കേൾപ്പിക്കുന്നവനെ നമുക്ക് കേൾക്കാൻ പറ്റില്ല. ചെവി ശബ്ദം എടുക്കുന്നുണ്ട്, ആരാണിത് കേൾപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചെവി കൊണ്ട് അറിയാൻ പറ്റില്ല എന്നർത്ഥം. ന മദേഹേ മന്ദാരം മന്വീതാഹ, മദേഹേ ബുദ്ധിയുടെ ആ മന്ദാവിനെ, മനനത്തിൻ്റെ മന്ദാവിനെ മനനം ചെയ്യാനാവില്ല. ആരാണോ നമ്മുടെ ബുദ്ധിയെ ചിന്തിപ്പിക്കുന്നത്, ആ ചിന്തിപ്പിക്കുന്നവനെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചറിയാൻ പറ്റില്ല. എന്തൊരു അത്ഭുതമാണെന്ന് നോക്കുന്നത്. ബുദ്ധി ചിന്തിക്കുന്നുണ്ട്, പക്ഷെ ആരാണ് ഈ ബുദ്ധിയെ ചിന്തിപ്പിക്കുന്നത് എന്ന് ചിന്തിച്ചറിയാൻ പറ്റില്ല എന്ന്. ഉപനിഷത്ത് ഋഷിമാരുടെ അനുഭവങ്ങൾ നോക്കൂ, എത്ര ആഴത്തിലാണ്. കുഞ്ഞു കുഞ്ഞു വാക്കാണെങ്കിലും അതോ ഈ ജന്മം പഠിച്ചാൽ തീരാത്തത്ര ആശയമാണ് ഇരിക്കുന്നത്. ദർശനത്തിൻ്റെ ദ്രഷ്ടാവിനെ കാണാൻ പറ്റിയില്ല. ശ്രവണം ചെയ്യുന്ന യഥാർത്ഥ ശ്രോതാവ് ആരാണെന്ന് അവനെ ചെവി കൊണ്ടൊന്നും അറിയാൻ പറ്റില്ല. അതായത് മനനം ചെയ്യുന്ന മന്ദാവിനെ, നമ്മുടെ ബുദ്ധിയെ ചിന്തിപ്പിക്കുന്ന ആ മന്ദാവിനെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചറിയാൻ പറ്റില്ല. എന്നാൽ വിജ്ഞാതേർ വിജ്ഞാതാരം വിജാനീയഹ, വിജ്ഞാനത്തിൻ്റെ നമ്മൾ അറിവൊക്കെ എടുക്കുന്നുണ്ടല്ലോ, ആ അറിവെടുപ്പിക്കുന്നവനെ, ആ വിജ്ഞാതാവിനെ നമുക്ക് അറിയാൻ പറ്റില്ല. അറിയുന്നുണ്ട്, ആരാണോ അറിവെടുപ്പിക്കുന്നത് അവനെ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇത് ഉപനിഷത്ത് ഇങ്ങനെ പറയും, ചക്രൻ്റെ പുത്രനായ ഉഷസ്ഥൻ, ശ്രദ്ധിച്ചോട്ടാ, സർവാന്തരമായ ആത്മാവിനെ സ്പഷ്ടമായി പറഞ്ഞു തരാൻ യാജ്ഞവൽക്യനോട് പറയുന്നുണ്ട്. അല്ലയോ യാജ്ഞവൽക്യ, എനിക്ക് എല്ലാവരിലും ഉള്ളടങ്ങിയിരിക്കുന്ന ആത്മാവിനെ ഒന്ന് പറഞ്ഞു തരണം. ആത്മാവിനെയൊക്കെ ചോദിക്കാൻ പോയാൽ നമ്മൾ വലിയ തലവായി. നമ്മളിപ്പോൾ ചോദിക്കുമ്പോൾ സാരിയുടെ നിറവും ചോറിൻ്റെ കറിയും പിന്നെ സിനിമയുടെ പേരും കുഞ്ഞുങ്ങളുടെ പഠിത്തവും അല്ലേ, അവരുടെ ജോലിയും, അങ്ങനെ നമുക്ക് ഒത്തിരി വേറെയൊക്കെ പറയാനുണ്ട്. ആത്മാവിനെ കുറിച്ച് പറയാൻ ആർക്കാ നേരം അല്ലേ? അതിനെക്കുറിച്ച് പരസ്പരം ചിന്തിക്കുന്ന ഒരു കാലം ഉണ്ടാവുമോ? പരസ്പരം അതിനെക്കുറിച്ച് ഇന്നലെ ടീച്ചർ എടുത്ത വേദാന്ത സൂത്രത്തിലെ ആ സൂത്രത്തിൻ്റെ അർത്ഥം എന്താ, അങ്ങനെ ആരെങ്കിലും സംസാരിക്കുമോ? ഇല്ല. ഇത് പഠിത്തം കഴിഞ്ഞാൽ നമ്മളപ്പോൾ പൂട്ടി വെച്ചു, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടേ ഇരിക്കണില്ല. അപ്പോൾ ഈ ഉപനിഷത്ത് കാലഘട്ടത്തിലെ ഗുരുക്കന്മാരും ശിഷ്യന്മാരും ഒക്കെ ആത്മവിചാരം ചെയ്യാനാണ് അവരുടെ ജീവിതത്തിൻ്റെ സമയങ്ങളൊക്കെ വിനിയോഗിച്ചിരുന്നത്. അപ്പോൾ ഉഷസ്ഥൻ, ചക്രൻ്റെ പുത്രനായ ഉഷസ്ഥൻ സർവാന്തരമായ ആത്മാവിനെ, എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ
സ്പഷ്ടമായിട്ട് എനിക്ക് പറഞ്ഞു തരണമെന്ന് യാജ്ഞവൽക്യരോട് ചോദിച്ചു. യാജ്ഞവൽക്യൻ പറഞ്ഞു, നിന്റെ ആത്മാവ് തന്നെയാണ് സർവാന്തരമായിട്ടിരിക്കുന്നത്. ആദ്യം നിന്നിലേക്കാണ് കൊണ്ടുപോയത്. എല്ലാവരിലും അടങ്ങിയിരിക്കുന്ന ആത്മാവിനെക്കുറിച്ച് പറഞ്ഞു തരാൻ പറഞ്ഞപ്പോൾ ആദ്യം പറയുക, ഗുരുവിനോട് ചോദിച്ച പോലെ, ഗുരു ഞാൻ ആരാ, ഈ ലോകം എന്താ, എന്നൊന്ന് പറഞ്ഞതാണെന്നും പറഞ്ഞ് ശിഷ്യൻ വന്നല്ലോ ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ. ഇവിടെ ഒന്നും നിത്യമായിട്ടില്ല. ഇന്നലെ കണ്ടവർ ഇന്നില്ല. സുഖമെന്ന് കരുതി ഞാൻ പിടിച്ചതൊക്കെ ദുഃഖം. കൂടെ ഉണ്ടായിരുന്നൊക്കെ അവരൊക്കെ ഓരോരുത്തരായിട്ട് പോണു. എത്ര ഭംഗിയുണ്ടായിരുന്ന ശരീരം, പല്ല് പോയി, കാഴ്ച പോയി, ശരീരം ചുക്കിച്ചുളിഞ്ഞു, എല്ലാം ഓരോന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സുഖമെന്ന് കരുതി കൂട്ടിവെച്ചതെല്ലാം എനിക്ക് ദുഃഖമല്ലാതെ ഒന്നും തരണില്ല. ഇവിടെ ശാശ്വതമായി ഒന്നുമില്ല എന്നറിയുമ്പോഴാണ് ചോദിക്കുന്നത്, ഞാൻ ആരാണ്, എന്തിനാ ഞങ്ങോട് വന്നേ, ഞാൻ ഈ ജീവിക്കുന്ന പ്രപഞ്ചം എന്താ എന്നൊരു ചോദ്യം ഗുരുവിൻ്റെ അടുത്ത് ചോദിച്ച ഗുരു ആദ്യം പറയണത് എന്താ, നീ ബ്രഹ്മമാണെന്നാ പറയണേ. നമ്മൾ ഗുരു സാക്ഷാത് പരം ബ്രഹ്മം എന്ന് പ്രാർത്ഥിക്കും അല്ലേ? പക്ഷെ ഗുരുവിനോട് ചോദിച്ചാൽ ഗുരു ആദ്യം പറയും ഗുരു ബ്രഹ്മ എന്ന്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഗുരു പറയും നീ ബ്രഹ്മ എന്നാണ് പറഞ്ഞു തരണത്. അല്ലാതെ നീ അറിയില്ലാത്തവനാണ്, നിനക്കൊന്നും അറിയില്ലാത്തവനാണെന്ന് പറഞ്ഞ് പുച്ഛിക്കുകയല്ല ചെയ്യണത്. നീയും ഞാൻ തന്നെയാണ് കുഞ്ഞെ, നീ ചെറുതൊന്നുമല്ല എന്നൊരു ഉപദേശം കൊടുക്കണത്. അപ്പോൾ ആദ്യം അതുപോലെ പറയുകയാണ്, ആരാണ് ആത്മാവ് എന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ്, നിൻ്റെ ആത്മാവ് തന്നെയാണ് സർവാന്തരമായിട്ടുള്ളത്. നിന്നിലിരിക്കുന്ന ആത്മാവ് തന്നെയാണ് സർവാന്തരമായിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഉഷസ്ഥൻ ചോദിക്കുകയാണ്, യാജ്ഞവൽക്യ എന്താണ് എല്ലാറ്റിൻ്റെയും ഉള്ളിലുള്ളത്, എല്ലാത്തിൻ്റെയും ഉള്ളിലുള്ളത് എന്താണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യാജ്ഞവൽക്യം പറയാണ്, അങ്ങനെ പറയുമ്പോഴാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് എന്താ പറയുക, ന ദൃഷ്ടേർ ദ്രഷ്ടാരം പശ്യേ, ന ശ്രുതേർ ശ്രോതാരം ശൃണുയാഹ, ന മദേഹേ മന്ദാരം മന്വീതാഹ, ന വിജ്ഞാതേർ വിജ്ഞാതാരം വിചാനീയാഹ എന്ന് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ എന്താണ് എല്ലാവരുടെയും ഉള്ളിലുള്ളത് എന്ന് ചോദിക്കുമ്പോഴാണ് യാജ്ഞവൽക്യം പറയണത്, അത് പറയാൻ പറ്റില്ല. ദർശനത്തിൻ്റെ ദ്രഷ്ടാവിനെ കാണാൻ കഴിയുകയില്ല, അത് അദൃഷ്ടമാണ്. നമ്മളെ കാണിപ്പിക്കുന്ന ആ ദൃക്കിനെ നമുക്ക് കാണാൻ പറ്റില്ല, അത് അദൃഷ്ടമാണെന്ന് പറയാം. ശ്രവണത്തിൻ്റെ ശ്രോതാവിനെ കേൾക്കാൻ കഴിയില്ല. നമ്മൾ ചെവി കൊണ്ട് ശബ്ദം എടുക്കുന്നുണ്ട്. നമ്മുടെ വിചാരം ഈ ചെവിയാ ശബ്ദം കേൾക്കണേന്നാ അല്ല. ചെവിയെ കേൾപ്പിക്കുന്ന ആ ചൈതന്യത്തെ നമുക്ക് കേൾക്കാൻ കഴിയില്ല എന്ന് പറയണത്. അതുപോലെ നമ്മുടെ ബുദ്ധി വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ കൊണ്ട് ചിന്തിക്കില്ല. ആരാ ചിന്തിപ്പിച്ചേ, ആർക്ക് ചിന്ത വന്നു, ആരാ ചിന്തിപ്പിച്ചേ അല്ലേ? മനനത്തിൻ്റെ മന്ദാവിനെ എന്നെക്കൊണ്ട് ചിന്തിപ്പിച്ച ആ ഈശ്വരനെ ചിന്തിച്ചെനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ചിന്തകളെ അടക്കണം. ചിന്തകളില്ലാത്ത ചിന്താകല്ലോലങ്ങളൊക്കെ അടങ്ങുമ്പോഴാണ് എനിക്ക് അവനെ കിട്ടുക അല്ലേ? നമ്മുടെയൊക്കെ മനസ്സിൻ്റെ അവസ്ഥ എന്താ? മണലളവറ്റു ചൊരിഞ്ഞ വാപിയന്മേൽ അണിയണിയായല നീക്കിടുന്ന വണ്ണം അനൃത പരമ്പര വീശി അന്തരാത്മാവിനെ അകമേ ബഹുരൂപമാക്കിടുന്നു. അനുനിമിഷം അലകൾ വന്നുകൊണ്ടിരിക്കുക. മണലളവറ്റ ചൊരിഞ്ഞ വാപിയന്മേൽ, ആ അളവറ്റ മണ്ണ് ഒരു കുളത്തിലേക്ക് ഇട്ടാൽ, ഒരു വെള്ളത്തിലേക്ക്, ശാന്തമായിരിക്കുന്ന ജലാശയത്തിലേക്ക് മണ്ണ് ഇട്ടാൽ എന്ത് പറ്റും? അതിന് അലകളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ ഈ പ്രാപഞ്ചികമായ ചിന്തകൾ എൻ്റെ അന്തരാത്മാവിനെ ബഹുരൂപമാക്കിയിടുന്നു. ആ ഒന്നിനെ കാണിക്കാതെ പലതിലേക്ക് കൊണ്ടുപോയി ഭ്രമിപ്പിക്കുന്നു. അണിയണിയായി അല നീക്കിയിടുന്ന വണ്ണം അനൃത പരമ്പര വീശി, ഞാൻ അനുഭവിക്കുന്ന ഭൗതിക വിഷയങ്ങളെല്ലാം തന്നെ എൻ്റെ അന്തരാത്മാവിനെ ആ പലതരത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോവുക എന്ന് പറയുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. അപ്പോൾ പറയുകയാണ്, ശ്രവണത്തിൻ്റെ ശ്രോതാവിനെ കേൾക്കാൻ കഴിയില്ല, മനനത്തിൻ്റെ മന്ദാവിനെ മനനം ചെയ്തറിയാൻ സാധിക്കുകയില്ല, വിജ്ഞാനത്തിൻ്റെ വിജ്ഞാതാവിനെ അറിയാൻ കഴിയില്ല. നമ്മളൊരു കാര്യം അറിയുന്നുണ്ട്, ആരാ നമ്മളെ അറിയിപ്പിച്ചേ? ആ അറിയിപ്പിച്ചവനെ ആരാ എന്ന് നമുക്ക് അറിവ് കൊണ്ട്, ബുദ്ധി കൊണ്ട് അറിയാൻ പറ്റില്ല. അവൻ നല്ല ബുദ്ധിയുള്ളവനാന്ന് നമ്മൾ പറയും.
അവൻ നല്ല ബുദ്ധിയുള്ളവനാന്ന് പറയും. പക്ഷേ ഈ ബുദ്ധിയെ ഇത്ര പ്രവർത്തിപ്പിച്ച ബുദ്ധിശാലിയെ നമുക്ക് ബുദ്ധി കൊണ്ട് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം ദൃശ്യങ്ങളാണ്. ദൃശ്യങ്ങൾക്കപ്പുറം ഒരു ദ്രഷ്ടാവുണ്ട്. ആ ദ്രഷ്ടാവും ദൃശ്യവും ഒരേ സമയത്താണ് പ്രവർത്തിക്കുന്നത്. ദൃശ്യമില്ലെങ്കിലും ദ്രഷ്ടാവ് നിലനിൽക്കും. ദൃശ്യങ്ങൾ മാറും, ദ്രഷ്ടാവ് മാറില്ല. ദൃക്ക് മാറില്ല, ദൃശ്യങ്ങൾ മാറും. പക്ഷേ അനുഭവം വരുമ്പോൾ സമാനകാലീനമാണ്. എന്ന് വെച്ചാൽ ഓരോ ഇന്ദ്രിയങ്ങളിലൂടെയും വരുന്നത് ഈശ്വര ചൈതന്യം തന്നെയാണെന്നാണ്. ആ ചൈതന്യം പ്രസ്ഫുരിച്ചാൽ മാത്രമേ ഭൗതിക പ്രപഞ്ചത്തിലെല്ലാം നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഒരു കാഴ്ചയെ കാണുമ്പോൾ തന്നെ ആത്മാവ് ചൈതന്യത്തിൻ്റെ ഇടപെടൽ അവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആചാര്യന്മാർ നമ്മളെ പറയുന്നത് അതൊന്നു കാൺമതത് നാരായണ പ്രതിമ. നാരായണനാണ് ഈ കാഴ്ചയായിട്ട് വന്നത്. യാതൊന്നു കേൾപ്പതത് നാരായണ സ്തുതികൾ, യാതൊന്നു ചെയ്വതത് നാരായണ അർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഉള്ളിൽ നിന്ന് വരുന്നത് ആ നമ്മളെ ഇന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കുന്ന പ്രകാശങ്ങൾക്കും പ്രകാശമായ ആ പരമപ്രകാശമാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ ദൃക്കിനെ ആശ്രയിച്ചാണ് ദൃശ്യം നിൽക്കുന്നത്. ദൃശ്യമില്ലെങ്കിലും ദൃക്കിന് നിൽക്കാൻ പറ്റും. പക്ഷെ ദൃക്ക് ദൃശ്യത്തെ എടുക്കുന്നത് ഒരേ സമയത്താണ്, സമാനകാലീനമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു മനനത്തിൻ്റെ മന്ദാവിനെ മനനം ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മുടെ ബുദ്ധിയെ ചിന്തിപ്പിക്കുന്ന ആ പരമബുദ്ധിശാലിയെ നമുക്ക് ബുദ്ധി കൊണ്ട് അറിയാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് പിന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, നിൻ്റെ ആത്മാവ് തന്നെയാണ് എല്ലാത്തിനെയും അറിയുന്നത്. അവിടെയാണ് എല്ലാത്തിൻ്റെയും കേന്ദ്രസ്ഥാനം ഞാനാണ്. അറിയുന്ന ഞാനാണ്, എൻ്റെ ജീവനാണ്, ആത്മാവാണ്. അവിടെ നിന്നാണ് ഈ പ്രപഞ്ചവും ഗുരുവും സർവ്വതും വന്നിരിക്കുന്നത്. അപ്പോൾ വേദാന്തം നമ്മളുടെ ഉള്ളിലെ തെളിയാൻ നമ്മൾ പല വഴിയിലൂടെ സഞ്ചരിച്ചു പോകുന്നുണ്ട്. വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, എല്ലാ ഗുരുക്കന്മാരും നമ്മളെ എത്തിക്കുന്നത് നമ്മളിലേക്ക് തന്നെയാണ്. നമ്മൾ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും കിട്ടി തെളിയാനിരിക്കണ്ട, നമ്മളിൽ തന്നെ ഇതെല്ലാം ഉള്ളടക്കി വെച്ചിട്ടുണ്ട്. ആ പറഞ്ഞില്ലേ, ഇപ്പം എന്താ പറയുക, മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി നിണ്ടപ്പെടുത്തും ഒരു ദേവതയിങ്ക നിന്നൻ പിണ്ടത്തിനന്ന് അമൃത് നൽകി വളർത്ത ശംഭോ. ആ അമൃത് ഇട്ട് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ആ ഒരു അമൃതത്വം കൂടി നിറച്ചിട്ടാണ് നമ്മളെയൊക്കെ ഇങ്ങോട്ട് വിട്ടേക്കുന്നത്. ഈ പഞ്ചഭൂതാത്മകമായ നശിച്ചു പോകുന്ന ജഡാത്മകമായ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ദുഃഖം ഉണ്ടാവും. ജനന മരണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. നിനക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാം. ഉള്ളിലേക്ക് സഞ്ചരിച്ചാൽ നിനക്ക് രക്ഷപ്പെടാം, പുറത്തേക്ക് സഞ്ചരിച്ചാൽ നിനക്ക് അനേകം ജന്മങ്ങൾ ഇനിയും സഞ്ചരിക്കാം. ഏത് വേണമെന്ന് തീരുമാനിച്ചോ. നമുക്കൊരു വഴിയെങ്കിലും തിരഞ്ഞെടുക്കാൻ പാടില്ലേ? എത്താൻ പറ്റിയില്ലെങ്കിലും എൻ്റെ വഴി അതല്ല, ഇതാണ്, എനിക്കൊന്ന് റിട്ടേൺ അടിച്ച് പോകണം, യൂട്ടേൺ എടുക്കണം. ഇത്രയും നാൾ പോയ വഴിയിൽ നിന്നൊന്ന് പതുക്കെ തിരിഞ്ഞ് നടക്കാൻ പഠിക്കണം. ഞാൻ പോണ വഴിയെ പോയാൽ അതെന്നെ ജനന മരണ ക്ലേശങ്ങളിലേക്ക് കൊണ്ടേ വലയ്ക്കും. കാരണം നമ്മളറിയാം, നമ്മൾ മനോഹരമായി അണിഞ്ഞൊരുങ്ങിയൊക്കെ വെച്ചിരിക്കുന്ന പട്ടുമെത്തയിലാണ് നമ്മുടെ ഈ ശരീരം ഉറങ്ങണത്, അല്ലേ? നല്ല ഏറ്റവും വില കൂടിയ മെത്തയിൽ ഉറങ്ങും. പക്ഷേ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉറങ്ങണത്? ഇതിനകത്തൊരു വിലമതിയാത്ത വിളക്കിന് വെച്ചേക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിലേക്കൊക്കെ ഉറങ്ങണത്. നല്ല വസ്ത്രം ധരിക്കുകയൊക്കെ ചെയ്യണം. പക്ഷെ അതങ്ങ് പോയി കഴിഞ്ഞാലോ വിറകിൻ്റെ കൂടെ കെട്ടിവെക്കും ശരീരം. സംശയമുണ്ടോ? ഇല്ല. അപ്പോൾ എന്നിട്ടും ഈ ഇരുളിലിരിക്കുന്ന ഉറ്റോനെ നമ്മൾ അറിയുന്നേയില്ല. എല്ലാം അങ്ങനെ എത്ര ക്രീമുകൾ തേച്ചാണ് നമ്മൾ ഒരു ദിവസവും നടക്കണം, നമ്മുടെ സ്കിന്നിനെ മിനുസപ്പെടുത്തുന്നത്. ആ പുറന്തൊലി ഒന്നും മാറിയാൽ പോലും എത്ര നമുക്ക് തന്നെ പേടി തോന്നും കണ്ടു കഴിഞ്ഞാൽ. ഒന്നും വേണ്ടല്ലോ, ഒരു തലയോട്ടി പുറത്ത് കിടക്കണം നമ്മൾ കണ്ടാലോ, പുറത്ത് കിടക്കണ്ട അയ്യോ ഒന്നും നമ്മൾ പേടിക്കും. പക്ഷേ ഈ തലയോട്ടിയും കൊണ്ട് നമ്മൾ കിടക്കണേ, അല്ലേ? അപ്പം നമ്മളിങ്ങനെ എല്ലാം ഭദ്രമാക്കി കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മളുടെ ജീവിതം ആ ഈശ്വരനെ അറിഞ്ഞ് ജീവിച്ചില്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന ലോകം അത്ര നമ്മൾ കാണുന്ന പോലെ അല്ല എന്ന് ഗുരു നമുക്ക് പറഞ്ഞു തരണത്. യഥാർത്ഥ കാഴ്ചയെ കാണണമെങ്കിൽ, അറിയണമെങ്കിൽ ഈ കാഴ്ചകളെയൊക്കെ ഒന്ന് അടക്കിയിട്ട്
ആ എല്ലാ കാഴ്ചകൾക്കും അപ്പുറമുള്ള കാഴ്ചക്കാരനിലേക്കാണ് ഗുരു നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ യാജ്ഞവൽക്യൻ പറഞ്ഞു വെച്ചത് എന്താണ്? നിൻ്റെ ആത്മാവ് തന്നെയാണ് എല്ലാത്തിനെയും അറിയുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ പറഞ്ഞു തരാനാണ് പറഞ്ഞത്. എന്നിട്ട് എല്ലാവരുടെ ഉള്ളിൽ എന്താ ഇരിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് പറഞ്ഞത് എന്താ, കാണുന്നവനെ, ആ കാഴ്ചക്കാരനെ കാണാൻ പറ്റില്ല, കേൾക്കാൻ പറ്റും, യഥാർത്ഥ ശ്രോതാവിനെ കേൾക്കാൻ പറ്റില്ല. നിനക്കെല്ലാം ചിന്തിക്കാൻ പറ്റും, പക്ഷേ ആ നിന്നെ ചിന്തയെ പ്രവർത്തിപ്പിക്കുന്ന ആ വലിയ ചിന്തകനെ ചിന്തിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് പറയുക, അല്ലയോ ഉഷസ്ത, നിൻ്റെ ആത്മാവ് തന്നെയാണ് എല്ലാത്തിനെയും അറിയുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ എപ്പോഴും പറയണ ഉദാഹരണമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, ബാല്യവും ശൈശവവും യൗവനവും പിന്നെ ശൈശവം കഴിഞ്ഞു, ബാല്യം, യൗവനം, കൗമാരം, വാർദ്ധക്യം, അല്ലേ? കൗമാരം കഴിഞ്ഞ് യൗവനം, പിന്നെ വാർദ്ധക്യം, അങ്ങനെ ഓരോരോ ശാരീരികമായ നമ്മളുടെ ആ അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുമ്പോഴും ഒന്നും മാറാതെ അവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ദൃക്കായിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ഈ മാറുന്ന ദൃശ്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ കുഞ്ഞു കുട്ടിയായിട്ട് ഇങ്ങനെ 4 കാലിൽ ഇരുന്ന സമയത്ത് ആ അവസ്ഥയും കണ്ടു. അത് സമാനകാലീനായിരുന്നു. ഇനി അത് കഴിഞ്ഞ് ഇച്ചിരി കൂടിയൊക്കെ വളർന്നപ്പോൾ ശൈശവാവസ്ഥയിലായപ്പോൾ അതും ഇങ്ങനെ ആ ഒരു മാറ്റവും ഇല്ലാത്ത സത്ത അതിനെയും കണ്ടു. ആ ദൃശ്യവും പോയി. ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നല്ല കൗമാര പ്രായത്തിലെത്തി. അതിനെയും ഈ ആത്മസ്വരൂപം ഒരു മാറ്റവും കൂടാതെ, ആത്മസ്വരൂപത്തിന് മാറ്റമേ ഇല്ല, പക്ഷെ ശരീരം ഇങ്ങനെ മാറുകയാണ്. ആ മാറുന്ന ഓരോ സ്റ്റേജിനെയും സമാനകാലീനമായിട്ടിങ്ങനെ ആ ദൃക്ക് കണ്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഓർത്തോളണം, ശൈശവം പോയി, ബാല്യം പോയി, കൗമാരം പോയി, യൗവനം വന്നു. എന്താ സുഖം, ജീവിക്കുകയാണല്ലേ. അപ്പോൾ വൃദ്ധന്മാരെയൊക്കെ കാണുമ്പോൾ ഒരു പരിഹാസം തോന്നും. അയ്യോ, ഇവരെന്താ ഇങ്ങനെ, അല്ലേ തോന്നും. പക്ഷെ ഈ അവസ്ഥയും പെട്ടെന്ന് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, വിലമതിയാത്ത വിളക്കുതിക്കയും പിൻപൊലികയുമില്ല, ഉലകരുറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യും, പലതും ഇതൊക്കെയും ഉറ്റുപാർത്തു നിൽക്കും. അങ്ങനെ ഇരിപ്പുണ്ട് ഒരു ചൈതന്യം. അത് ഫ്രഷാണ്. അപ്പോൾ ആർക്കും വയസ്സായിട്ടില്ല. എനിക്ക് 72 വയസ്സായി, എനിക്ക് 80 വയസ്സായി എന്നൊന്നും പറയണ്ട. അത് ജഡത്തിനല്ലേ, ജഡത്തിൻ്റെ സംസാരം നമുക്ക് വേണ്ട. നമ്മുടെ ഈ ഉള്ളിൽ ഈശ്വരൻ കൊളുത്തി വെച്ചിരിക്കുന്ന ആ അമൃതത്വത്തിന് വയസ്സില്ല, അത് അമൃതത്വമാണ്. അപ്പം അതുകൊണ്ട് ഇനി ആരും പറയരുത് എനിക്ക് വയസ്സായിട്ടോ, എനിക്കിനി ഒന്നിനും പറ്റില്ല എന്ന്. കാരണം നമ്മളിൽ അനന്തമായ ശക്തിവിശേഷത്തെയാണ് ഈശ്വരൻ കൊളുത്തി വെച്ചേക്കണത്. അപ്പോൾ ആ ശക്തിയെ ഒന്ന് പ്രോജ്വലിപ്പിച്ചാലുണ്ടല്ലോ, നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾ നിസ്സഹായരല്ല എന്നൊരു വലിയ ഉറപ്പാണ് നമുക്കത് കിട്ടണത്. എല്ലാവരും ഫ്രഷാണ്, എന്താ പറയുക, യൂത്താണ് ഈ ആത്മാവിനെ അറിഞ്ഞവരൊക്കെ. അപ്പം അതുകൊണ്ട് എനിക്കിനി ആരുണ്ടെന്നൊന്നും വിചാരിച്ച് കരയരുത്. ഒരു കുഞ്ഞു കുട്ടിയുടെ ഉള്ളിൽ പ്രകാശിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ആത്മസ്വരൂപം ഇരുന്ന് പ്രകാശിക്കുന്നുണ്ട്. അതിന് വയസ്സൊന്നും ആയിട്ടില്ല. നമ്മൾ ശരീരമല്ല അറിവാൻ അല്ലേ ഗുരു പറഞ്ഞത്. അപ്പോൾ നമ്മൾ അറിവാണെങ്കിൽ അറിവിന് വയസ്സുണ്ടോ? പിന്നെന്തിനാ കരയണേ, പിന്നെന്തിനാ ദുഃഖിക്കണേ, അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഏറ്റവും സുന്ദരമായി തന്നെ കൊണ്ടുപോകാം. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലെ ബാല്യ, യൗവന, കൗമാരങ്ങളെല്ലാം കണ്ടുകൊണ്ടിരുന്ന ആ ദൃക്ക് മാറുന്നില്ല, ദൃശ്യം മാറുന്നുണ്ട്. പക്ഷേ ഓരോ അനുഭവങ്ങളും കണ്ടത് സമാനകാലീനമായിട്ടാണ്. അതാണ് ഇവിടെ പറയുന്നത്. ദൃക്ക് മാറ്റങ്ങളെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു, ഓരോ അനുഭവങ്ങളും സമാനകാലീനമായ അതാണ്. വ്യവഹാര ദശയിലും അതൊന്ന് പോയിന്റ് എഴുതി വെക്കുക. വ്യവഹാര ദശയിലാണ് വ്യവഹാര ദശയിൽ മാത്രമാണ് നമ്മളിങ്ങനെ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായി നമ്മൾ ദൃക്ക് ഓരോന്നിനെ എടുക്കൂലേ വിഷയം. ആ വ്യവഹാര ദശയിൽ മാത്രമാണ് എന്തുള്ളത്, സമാനകാലീനത്വം ഉള്ളത്. അപ്പോൾ ഇവിടെ പരമാർത്ഥത്തിൽ എന്തു മാത്രമേ ഉള്ളൂ പരമാർത്ഥത്തിൽ? ദൃക്ക് മാത്രമേ ഉള്ളൂ. ദൃക്ക് മാത്രമേ ഉള്ളൂ പരമാർത്ഥത്തിൽ. ദൃശ്യത്തിന് എങ്ങനെയുള്ള സ്വഭാവം ഉള്ളതാ? പിന്നെ എന്തും കൂടി ഉള്ളതാ? നശിക്കുന്നതുമാണ്. ദൃക്ക് നശിക്കുന്നില്ല. അത് ഒന്നും കൂടി എളുപ്പത്തിലൊന്ന് പറഞ്ഞുതരാം. ഇത്രയും നേരം പറഞ്ഞതെല്ലാം ഏതിൽ നിന്നാണ് നമുക്ക് ഈ ഗുരു പറഞ്ഞ വാക്കിൻ്റെ ആശയം ഗ്രഹിക്കാൻ പറ്റുമെങ്കിൽ അതിൽ നിന്ന് ഗ്രഹിച്ച് പിടിച്ചോണം കേട്ടോ. നോക്കൂ, ഇപ്പം നമ്മൾ ബൃഹദാരണ്യകം പറഞ്ഞു,
കേനോപനിഷത്ത് പറഞ്ഞു. അപ്പം ഇതിലൊക്കെ തത്വം എന്താ? കാണുന്നവന്, കണ്ണിന് കാഴ്ച കൊടുക്കുന്ന ആ കാഴ്ചക്കാരനെ കണ്ണുകൊണ്ട് അറിയാൻ പറ്റില്ലെന്നാണ് പറഞ്ഞു വരണത്. അപ്പോൾ മാണ്ഡൂക്യ ഉപനിഷത്തൊക്കെ പഠിക്കുന്ന ആളുകളൊക്കെ, നിങ്ങളൊക്കെ പഠിച്ചിട്ടൊക്കെ ഉള്ളവർ, ഉപനിഷത്തൊക്കെ പഠിക്കുന്നവരാണ്. അത് പറയുന്നുണ്ട്, ആത്മാവിൻ്റെ 4 പാദങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ഒറ്റ വാക്കിലേ പറയണം, നിങ്ങൾ പേടിക്കണ്ട. നോക്കൂ, വെറുതെ ഒന്ന് എഴുതി വെച്ചേ, ജാഗ്രത് അല്ലേ? ജാഗ്രത്, നമ്മൾ ദൃക്കും ദൃശ്യമാണ്. നമ്മൾ ഗുരുവിൻ്റെ പാഠം വിട്ട് പോയിട്ടില്ല. ഗുരു നമുക്ക് തന്ന സൂത്രം വിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ജാഗ്രത എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഉണർന്നിരിക്കുന്ന അവസ്ഥ. അപ്പോൾ നമ്മുടെ ശരീരമുണ്ട്, ഇന്ദ്രിയമുണ്ട്, മനസ്സുണ്ട്, എല്ലാം ഉണ്ട്. പൂർണ്ണമായിട്ട് ലൈവിലിരിക്കുക നമ്മൾ. അപ്പോൾ ജാഗ്രത അവസ്ഥ, ഒരു ഹൈഫൻ ഇടുക, ജാഗ്രത എന്ന് എഴുതിയിട്ട് ദൃക്ക് പ്ലസ് സ്ഥൂല ദൃശ്യം. എന്തുണ്ട്? ജാഗ്രത അവസ്ഥയിൽ കാണുന്നവനും ഉണ്ട്, ദൃശ്യങ്ങൾ സ്ഥൂല ദൃശ്യം. ദൃക്ക് പ്ലസ് സ്ഥൂല ദൃശ്യമാണ്. സഞ്ജു ഒന്ന് ഓഡിയോ മ്യൂട്ട് ചെയ്യൂ, ഓഡിയോ മ്യൂട്ട് ചെയ്യണേ. അപ്പോൾ ജാഗ്രതത്തിൽ എന്തുണ്ടെന്നാ പറഞ്ഞേ? കാണുന്നവനും ഉണ്ട്, പക്ഷെ സ്ഥൂല ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇനി സ്വപ്നം, നമുക്ക് 3 അവസ്ഥയാണല്ലോ, 3 അവസ്ഥയും പിന്നെ ആ അവസ്ഥയ്ക്ക് അതീതമായ അനുഭവം, തുരീയ അനുഭവമാണല്ലോ ഉള്ളത്. അപ്പോൾ ഒന്നാമത്തെ ജാഗ്രതത്തിലെ ദൃക്ക് പ്ലസ് സ്ഥൂല ദൃശ്യം. രണ്ടാമത്തത് സ്വപ്നത്തിൽ അവിടെയും ദൃക്കുണ്ട്, എല്ലാ അനുഭവങ്ങളിലും ദൃക്കുണ്ട്, ദൃക്കില്ലാതെ ദൃശ്യമില്ല. ദൃക്ക് പ്ലസ് സൂക്ഷ്മ ദൃശ്യം എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സും അന്ധകരണവും ബുദ്ധിയും ഒക്കെയാണ് സൂക്ഷ്മ ദൃശ്യം. അപ്പോൾ നമ്മൾ സ്വപ്നം കാണുമ്പോൾ ഓടുകയും ചാടുകയും ഒന്നും ചെയ്യണില്ലല്ലോ, ശരീരം അനങ്ങാതെ കിടക്കും അവിടെ, കയ്യും അനങ്ങണില്ല, ഒന്നും അനങ്ങണില്ല, സൂക്ഷ്മേന്ദ്രിയം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ, പക്ഷെ പ്രവൃത്തി നടക്കണമുണ്ട്. അതുകൊണ്ടാണ് സ്വപ്നാവസ്ഥയിൽ ദൃക്ക് പ്ലസ് സൂക്ഷ്മ ദൃശ്യം. അപ്പോൾ ജാഗ്രതത്തിൽ ദൃക്കുണ്ട്, ദൃശ്യം സ്ഥൂലാണ്, ശ്രദ്ധിച്ചോളണം. സ്വപ്നത്തിൽ ദൃക്കുണ്ട്, ദൃശ്യം സൂക്ഷ്മമാണ്. ഇനി സുഷുപ്തിയിൽ ദൃക്കുണ്ട്, ദൃശ്യമുണ്ടോ? നല്ല ഉറക്കത്തിൽ എന്തും കണ്ടോ? ഭയങ്കരമൊക്കെ ക്ഷീണിച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് ഇന്നലെ ഉറങ്ങാൻ പറ്റിയില്ല, നേരെ കിടക്കയിൽ പോയി കിടന്നുകൊണ്ട് നല്ലതായിട്ട് ഉറങ്ങി. ഉറങ്ങുന്നവനുണ്ട്. ദൃശ്യങ്ങളും എല്ലാം കണ്ടായിരുന്നോ? ഒന്നും അറിഞ്ഞില്ല കേട്ടോ. മഴ പെയ്തതും അറിഞ്ഞില്ല, എന്നെ വിളിച്ചതും അറിഞ്ഞില്ല, ഒന്നും അറിഞ്ഞില്ല എന്ന് പറയും. അപ്പോൾ ദൃശ്യമില്ല, ദൃക്കുണ്ട്. സുഷുപ്തിയിൽ ദൃക്കുണ്ട്, ദൃക്ക് മാത്രം എന്ന് പറഞ്ഞാൽ അവിടെ പറയാൻ വരട്ടെ. അങ്ങനെ എന്നിട്ടപ്പോൾ പറഞ്ഞില്ലേ ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന്? അത് അജ്ഞാനമല്ലേ? ആത്മസ്വരൂപത്തിൽ ഇരുന്ന് സുഖം അനുഭവിച്ചിട്ടേ ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. ആ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയണത് ദൃശ്യമെന്ന് നമുക്ക് പറയാം. അവിടെയും ദൃശ്യമുണ്ട്. ഒന്നും അറിയാത്ത ഒരു അജ്ഞാനമുണ്ട് അവിടെ, അത് ദൃശ്യമാണ്. അപ്പോൾ ജാഗ്രതത്തിലെ ദൃക്ക് പ്ലസ് സ്ഥൂല ദൃശ്യം, സ്വപ്നത്തിലെ ദൃക്ക് പ്ലസ് സൂക്ഷ്മ ദൃശ്യം, സുഷുപ്തിയിലെ ദൃക്ക് പ്ലസ് ദൃശ്യമില്ല. ഞാൻ ഓർക്കും, ഞാൻ PG ക്ലാസ്സിൽ വേദാന്തം പഠിച്ചപ്പോൾ പോലും ബാഹ്യമായ തലത്തിൽ നിന്നാണ് അധ്യാപകർ പഠിപ്പിച്ചു പോണത്. ഗുരു നമ്മെ എത്ര ആഴത്തിലേക്കാണ് കൊണ്ടുപോകണമെന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയൊന്നും നിങ്ങൾ വേദാന്ത ക്ലാസ്സിൽ ഇരിക്കുന്ന ഇപ്പോഴത്തെ വേദാന്ത കുട്ടികൾ പഠിക്കുന്നില്ല കേട്ടോ. നിങ്ങളങ്ങനെ അപ്പം നിങ്ങൾ നല്ല വേദാന്ത വിദ്യാർത്ഥികളാണ്. സിലബസ് പഠിച്ച ആ ഒരു അറിവിൽ വെച്ച് പറയുകയാണ്, നല്ല ആഴത്തിലാണ് പോണത്. ഇതൊക്കെ അവരോട് ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് അറിയണ്ടാവില്ല. നോക്കൂ, നമ്മുടെ അമ്മമാരൊക്കെ അത്രയ്ക്ക് നല്ല പവർഫുൾ, ശക്തരായി. നോക്കൂ, അപ്പോൾ ജാഗ്രതത്തിൽ ദൃക്ക് സ്ഥൂലദൃശ്യം, സ്വപ്നത്തിൽ ദൃക്ക് സൂക്ഷ്മദൃശ്യം, സുഷുപ്തിയിൽ ദൃക്ക് പ്ലസ് ദൃശ്യം ഇല്ലെങ്കിലും ഏതൊരു ദൃശ്യം അവിടെ ഉണ്ട്, ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ളൊരു ദൃശ്യമുണ്ട്. ഇനി തുരീയത്തിലോ ദൃക്ക് മാത്രം അല്ലേ? ദൃശ്യമുണ്ടോ? ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോൽ ഉള്ളം നിന്നിൽ
അസ്പന്ദമാകുന്ന അനുഭവമാണ്. അവിടെ വേറെ ആരുമില്ല, ദൃശ്യമേ ഇല്ല. ദൃക്കും ആ ആ ദൃക്കും ആ പരമചൈതന്യത്തിലേക്ക് ലയിക്കുന്ന അനുഭവമാണ് തുരീയ അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ദൃക്കും ദൃശ്യമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ദൃഗ്ദൃശ്യങ്ങൾ പരസ്പരം ആശ്രിതങ്ങളാണ്, പരസ്പരം ആശ്രയിച്ച് നിൽക്കുന്നു. ദിക്കും ദൃശ്യങ്ങളും രണ്ടിനും സ്വതന്ത്രമായി നിലനിൽപ്പില്ല, രണ്ടും മായാകൽപിതമാണ്, സമാനകാലീനമാണ്. അപ്പോൾ കാണുന്നവനും കാഴ്ച എന്നൊക്കെ പറയുന്നത് ഒരേ സമയത്താണ് ഉണ്ടാകുന്നതെങ്കിലും ഈ കാണുന്നവൻ്റെ കാഴ്ചകളെല്ലാം അവസാനിക്കുമ്പോൾ കാണുന്നവനും സത്യത്തിലേക്ക് പോയി അമരുമല്ലോ. അപ്പോൾ ഇവിടെ ദൃക്കും ദൃശ്യവും എന്നൊക്കെ നമ്മൾ പറയണത് രണ്ടും മായാകൽപിതം തന്നെയാണെന്ന് ഗുരു പറയുന്നു. അതായത് ദൃക്കുണ്ടെങ്കിൽ ദൃശ്യം ഉള്ളൂ എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ദൃക്കിൻ്റെ കാഴ്ചകളെല്ലാം ഉപരമിക്കുമ്പോൾ ആ കാണുന്നവൻ ആ പരമ കാഴ്ചക്കാരനിലേക്ക് ചെന്ന് അടങ്ങുമ്പോഴാണ് ഈ മായ മാറുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞാണ്, ഒരു തടാകത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന സിംഹം വെള്ളത്തിൽ തൻ്റെ പ്രതിബിംബം കാണുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ആദ്യം ഒന്ന് ഗർജിച്ചു. അപ്പോൾ തടാകത്തിലെ സിംഹവും ഗർജിച്ചു. അപ്പോൾ ഈ സിംഹം മിണ്ടാതിരുന്നു. പിന്നെ തടാകത്തിലെ പ്രതിബിംബ സിംഹവും മിണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ വേറൊരു സിംഹം വന്നിട്ട് പറഞ്ഞു, എന്ത് പറഞ്ഞു? നീ 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 ഉണ്ടെങ്കിൽ മാത്രമേ ആ വെള്ളത്തിൽ കാണുന്ന സിംഹമുള്ളൂ, നീ ഇല്ലെങ്കിൽ ആ സിംഹവും ഇല്ല, അല്ലേ? അപ്പോൾ എന്താ പറയുക, നീ ഉള്ളപ്പോഴേ ഉള്ളൂ, നീ പോയാൽ ആ സിംഹം ഇല്ല എന്ന് പറയുമ്പോൾ എന്താ, നിഴലിനോടാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പലപ്പോഴും. നമ്മളെയൊക്കെ കാണിക്കുന്ന ആ പരമചൈതന്യം ഇല്ലെങ്കിൽ നമുക്ക് അതിനെ ആശ്രയിച്ച് നിൽക്കുന്ന വെറും നിഴലുകളാണ് നമ്മൾ. എന്നിട്ട് ഞാനിതൊക്കെ ചെയ്യുന്നു എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വെറുതെ പറയും. യഥാർത്ഥ കാഴ്ചക്കാരനെ നമുക്ക് വെളിവായിട്ടില്ല. എന്നിട്ട് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ് നടക്കുന്നു. അതാണ് അവസ്ഥ. അപ്പോൾ വെള്ളത്തിൽ കാണുന്ന സിംഹം, ആ കരയിൽ നിൽക്കുന്ന സിംഹം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. കരയിൽ നിൽക്കുന്ന സിംഹമാണ് ആത്മാവ്. അതുണ്ടെങ്കിൽ മാത്രമേ ഈ ഇരിക്കുന്ന ആൾക്കാർക്ക് കാഴ്ചകൾ എടുക്കാനും എല്ലാ ഇന്ദ്രിയ അനുഭവങ്ങൾക്കും സാധ്യമാകുകയുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഈ ഒരു സൂത്രം എന്താ മറന്നുപോകരുത്, പറഞ്ഞു വരുമ്പോൾ സൂത്രം എന്ന് പറഞ്ഞ് ദൃഗ്ദൃശ്യോഹോ സമാന കാലീനത്വം. അപ്പോൾ നമ്മൾ ദൈവദശകത്തിൻ്റെ ആ ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ എന്ന് പറയണുണ്ടല്ലോ, അത് ആഴത്തിൽ മനനം ചെയ്ത് പഠിക്കണം കേട്ടോ. അതിൻ്റെ ആ ഒരു തത്വമാണ് ഇതിലെത്താൻ എല്ലാം ഗുരു ഉള്ളടക്കി വെച്ചേക്കുക. അത് ഒരു കുഞ്ഞു വരിയിൽ, ആ 4 വരിയിലൂടെ ഗുരു എത്ര ഉപനിഷത്തുക്കളുടെ സാരമാണ് അതിനകത്ത് കുറിച്ച് വെച്ചിരിക്കുന്നത് നോക്കൂ. ഈ ദൃഗ്ദൃശ്യോഹോ സമാനകാലീനത്വം എന്നുള്ളത് ആ ഒരു ഒറ്റ മന്ത്രത്തിൻ്റെ ആശയം നമുക്ക് പഠിച്ചാൽ മതി. അതായത് സകലതിനെയും തത്വനിർണയം നടത്തിയിട്ട് എണ്ണി മാറ്റിയാൽ എണ്ണുന്നവൻ എണ്ണാൻ പറ്റാത്ത ആ അപരിമേയതയിലേക്ക് ചേർന്ന് ഇല്ലാതാവുന്ന കാഴ്ച ദൈവദശകത്തിലെ ഗുരു നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ജീവജഗത്ത്, അതെ അതെ, ജീവജഗത്തുക്കളാകുന്ന 2 ഘടകങ്ങൾ ചേർന്നതാണ് പ്രപഞ്ചം. പ്രപഞ്ചത്തിൽ 2 ഘടകങ്ങളേ ഉള്ളൂ, ജീവനും പ്രപഞ്ചവും. അത് ദൃഗ്ദൃശ്യോ ദോ പദാർത്ഥോ സ്തഹ പരസ്പര വിലക്ഷണോ ദൃഗ് ബ്രഹ്മ ദൃശ്യം മായേതി സർവവേദാന്ത ഡിണ്ടിമഹ. ഏതൊക്കെ വേദാന്തം നിങ്ങൾ പഠിച്ചാലും അതിൻ്റെ ബേസ് ഇതാ, പിടിച്ചോ, ഇത്രയേ ഉള്ളൂ. 2 കാര്യങ്ങൾ ഇവിടെ ഉള്ളൂ. ഒന്ന് ദൃക്ക്, അടുത്തത് ദൃശ്യം. ദൃക്ക് ബ്രഹ്മവും ദൃശ്യമായയും. ഇതാണ് എല്ലാ വേദാന്തങ്ങളും പെരുമ്പറ കൊട്ടി ഘോഷിക്കുന്നത്. വേദാന്ത ഡിണ്ടിമഹ. ആരുടെ വാക്കാന്നറിയോ ഇത്? കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ദൃഗ്ദൃശ്യോ ദോ പദാർത്ഥോ സ്തഹ പരസ്പര വിലക്ഷണവും. അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ഉത്തരം തരണം കേട്ടോ. നിങ്ങളൊന്ന് അന്വേഷിക്കുക. ഈ ഒരു വരി അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നിന്ന് നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി ഏതാന്ന്. നോക്കൂ, ദൃക് ദൃശ്യോ, ശങ്കര കൃതിയാണത്. ദൃക് ദൃശ്യോ ദോ, പറയാം നിങ്ങൾ നോക്കിക്കോ, എന്നിട്ട് കൺഫേം ചെയ്തിട്ട് പറഞ്ഞാൽ മതി. ഈ വരി എടുത്തിട്ട് പറയണം. ദൃക് ദൃശ്യോ ദോ പദാർത്ഥോ സ്തഹ പരസ്പര വിലക്ഷണോ
ദൃക് ബ്രഹ്മ ദൃശ്യം മായേതി സർവ വേദാന്ത ഡിണ്ടിമഹ. ഡിണ്ടിമം എന്ന് പറഞ്ഞ പെരുമ്പറ. എല്ലാം വേദാന്തത്തിന് പറയാൻ ഇത്രയേ ഉള്ളൂ. രണ്ട് കാര്യങ്ങൾ എവിടെയുള്ളൂ. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതാണ് ഗുരു ദൃക് ദൃശ്യങ്ങളെയൊക്കെ എടുത്തിട്ട് അമ്മാനമാടി നമ്മുടെ മുന്നിലേക്ക് വെച്ച് തരണത്. 2 കാര്യങ്ങൾ എവിടെയുള്ളൂ, ദൃക്കും ദൃശ്യവും. ദോ പദാർത്ഥവും സ്തഹ, 2 പദാർത്ഥമേ ഉള്ളൂ. ദൃക് ബ്രഹ്മ, കാഴ്ചക്കാരൻ എപ്പോഴും, ദൃക്ക് എപ്പോഴും ബ്രഹ്മാവാണ്, ബ്രഹ്മാവല്ല ബ്രഹ്മമാണ്. ബ്രഹ്മാവെന്ന് വിചാരിക്കല്ലേ. ദൃശ്യം മായ ഇല്ലാത്തതാണ്. ദൃശ്യം മാറും, ദൃക്ക് മാറില്ല. കാണുന്നവൻ, കാണുന്ന വസ്തു എന്നീ 2 പദാർത്ഥങ്ങളേ ഉള്ളൂ. അവ അന്യോന്യം ഭിന്നങ്ങളുമാണ് എന്ന് പറയാണ്. ഈ 2 വസ്തുക്കളിൽ കാണുന്നവനാണ് ബ്രഹ്മം, കാണപ്പെടുന്ന വസ്തുക്കളാണെങ്കിലോ മായയുമാണ്. ഇതാണ് ഗുരു പറയുന്നത്. വെറും ഭ്രമം മാത്രം, ഇല്ലാത്ത വസ്തു ഉണ്ടെന്ന് തോന്നുന്നതാണ് മായ. ഇക്കാര്യമാണ് എല്ലാ വേദാന്ത ശാസ്ത്രവും പെരുമ്പറ കൊട്ടി നമുക്ക് ഘോഷിച്ച് തരുന്നത് എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ഏകദേശം ഈ സൂത്രം തീരാറായി. നിങ്ങൾ അത് ഒന്ന് ഓർത്താൽ മതി, ബേസ് ഓർത്താൽ മതി. ദൃക്ക് മാറില്ല, ദൃശ്യം മാറും. ദൃക്കും ദൃശ്യവും, നമ്മളെപ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത് ആ സമയത്ത് ആത്മസ്വരൂപം തന്നെയാണ് നമ്മളിലൂടെ ആ കാഴ്ചയായിട്ട്, ആത്മചൈതന്യം തന്നെയാണ് വരണത്. ആ സമയത്ത് കാണുന്നവൻ കാഴ്ച എടുക്കുന്നത് സമാനമായ കാലത്താണെന്നാണ് ഗുരു പറയണത്. അപ്പോൾ അതിലൂടെ ആത്മചൈതന്യം തന്നെയാണ് ആ ദൃക്കിനെ കൊണ്ട് കാഴ്ച എടുപ്പിക്കുന്നത്. അപ്പം നമ്മളിൽ നിന്ന് അനുനിമിഷം ആത്മപ്രകാശം ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് നമ്മൾ പക്ഷെ അറിയുന്നില്ല. എന്നിട്ട് എനിക്ക് ദൈവ അനുഗ്രഹം ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കരുത്. ദൈവപ്രകാശം തന്നെയാണ് അനുനിമിഷം നമ്മളിൽ നിന്ന് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയാണ് ഉപമിക്കാനാവാത്തതും. ഗുരു എങ്ങനെ ഇതൊക്കെ പറഞ്ഞു വയ്ക്കുന്നു, അത്ഭുതം തന്നെ തോന്നുകയാണ്. ഉപമിക്കാനാവാത്തതും, ഇത് ഇന്നതാണെന്ന് വേറെ ഉപമ വെച്ച് പറയാൻ പറ്റില്ല, നിർവചിക്കാൻ പറ്റില്ല. ഇതിൻ്റെ നിർവചനം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ചിന്തിക്കാനാവാത്തതുമായ അദ്വൈത അനുഭൂതിയെ, അപ്പോൾ ഉപമിക്കാനാവാത്തതും നിർവചിക്കാനാവാത്തതും ചിന്തിക്കാനാവാത്തതുമായ അദ്വൈത അനുഭൂതിയെ ചിന്ത്യമായ തരത്തിൽ, നിർവചനീയമായ തരത്തിലൊക്കെ ഇവിടെ അവതരിപ്പിക്കുന്നത് എന്തിനാണ്? സത്യാനുഭവം വെളിപ്പെടാത്ത ആ ജിജ്ഞാസുക്കൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ദൃക്കും ദൃശ്യമൊക്കെ അനുഭവം സമാനകാലീനമാണെന്ന് പറയുന്നതും ദൃശ്യം മാറുന്നതാണെന്നും ദൃക്ക് മാറില്ല എന്നും പറയുന്നത്. ഈ വാക്കുകൾ വ്യവഹാരത്തിൽ മാത്രമാണ് ദൃഗ്ദൃശ്യാനുഭവം നമ്മൾ പറയുന്നത്. ഇങ്ങനെ ഗുരു ഇതിനു മുമ്പുമൊക്കെ നമ്മൾ പല രീതിയിൽ ദൃക്കും ദൃശ്യവും സത്തും അസത്തും ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ ഒരു സൂത്രം നമ്മളെ അത് തീർന്നിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ആ പൊടിയൊരു ഭൂവിൽ അസംഖ്യം അപ്പൊടിക്കോൾ എന്നുള്ളത് ടീച്ചറെ അതൊന്ന് ഗ്രൂപ്പിലേക്ക് ആ ശ്ലോകം എടുത്ത് എഴുതിയിട്ട് അതിൻ്റെ ആശയം ഒന്ന് കുറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അത് ഇവർക്ക് പഠിക്കാനുള്ള ഒരു ആത്മോപദേശ ശതകത്തിലെ 94 പൊടിയൊരു ഭൂവിൽ അസംഖ്യം അപ്പൊടിക്കുൾപ്പെടും ഒരു ഭൂവിതിനില്ല ഭിന്നഭാവം ജഡമമരുന്നതുപോലെ ചിത്തിലും ചിത്തുടലിലും ഇങ്ങിതിനാൽ ഇതോർക്കിലേകം എന്ന് പറയുന്നുണ്ട്. അത് ഈ ശ്ലോകത്തോട് നമുക്ക് ചേർത്ത് വെച്ച് പഠിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ദൃഗ്ദൃശ്യയോഹോ സമാനകാലീനത്വാത് എന്നുള്ള സൂത്രത്തിലെ ദൃക്കിനും ദൃശ്യത്തിനും സമാനകാലീനത്വമുണ്ട്. ദൃക്കില്ലാതെ ദൃശ്യമില്ല, ദൃക്ക് ജഗദീശ്വരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൂത്രം ഉപസംഹരിക്കുന്നു. ശ്രോതാക്കൾക്ക് ഏവർക്കും നന്ദി, നമസ്തേ.